നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്താൻ ആഗ്രഹിക്കുന്നു. പരിചിതമായിരിക്കുന്നൊരു വേദഭാഗം. വാക്യം ഇങ്ങനെയാണ്: ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ രണ്ടാഗ്രഹങ്ങൾ, മഹാദൈവത്തിൻ്റെ രണ്ടാഗ്രഹങ്ങൾ: ഒന്ന്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. രണ്ട്, രക്ഷ പ്രാപിക്കപ്പെട്ട മുഴുവൻ ആളുകളും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണം. ഹല്ലേലൂയ. ഈ വാക്യം കേട്ടിട്ട് ഇത്ര വലിയ മൗനം കൊണ്ട് പ്രതികരിച്ചത് മേത്താനും മാത്രമേ ഉള്ളൂ. ഞാനോർത്ത് ദൈവത്തിൻ്റെ ആ രണ്ടാഗ്രഹങ്ങളെ വാക്യമായി പരിചയപ്പെടുത്തുമ്പോൾ ഒരു അല്ലെലിയൊക്കെ കേൾക്കുമെന്നാണ് വിചാരിച്ച്. അതിനാരും മുതിർന്നില്ല. ഇനിയിപ്പോൾ റെഫറൻസ് പറയാഞ്ഞുകൊണ്ടായിരിക്കും. അതായിരിക്കും കാര്യം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ാമത് വാക്യം. ഈ വാക്യമാണ് നിങ്ങൾക്ക് നൽകുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. ആ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇനിയുള്ള നേരം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യ പ്രസിഡന്റ് പറഞ്ഞ പോലെ 11:30 മുമ്പൊക്കെ നിർത്താൻ ഞാൻ. സ്തോത്രം. പണ്ടൊരു യോഗം ഇവിടെ 11:30 വരെ പോയി എന്നാണ് പറയുക. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്തായാലും 12 മുമ്പ് നിർത്തും. സന്തോഷമാണോ? സന്തോഷമുള്ളൊരു കർത്താവിനെ സ്തുതിച്ച്. ചർച്ച് ഓഫ് ഗാഡ് ഇന്റർനാഷണൽ എന്ന അനുഗ്രഹീതവും വിസ്തൃതവുമായ സംഘടന രാജ്യാന്തര തലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യത്തിൽ ഇതിൻ്റെ ബ്രാഞ്ചുണ്ട് എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൺവെൻഷനിൽ വീണ്ടും ഈ വേദിയിൽ നിൽക്കുവാൻ ലഭ്യമായ അവസരത്തിന് പരിശുദ്ധ തൃത്വത്തിന് മുൻപാകെ സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും ആദരവോടെ ഞാൻ ആദ്യമേ അർപ്പണം ചെയ്യുകയാണ്. നിരാത്തുള്ള യോഗം പ്രൊസീഡ് ചെയ്യുന്ന ബഹുമാന്യ അധ്യക്ഷനോടുള്ള ആദരവ് അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രസ്ഥാനങ്ങളുടെ അനുഗ്രഹീതമായ നായകത്വം വഹിക്കേണ്ടതിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനിയായ എൻ്റെ ആത്മസ്നേഹിതൻ പാസ്റ്റർ സുഗു തോമസ് അവറുകളോടുള്ള പ്രത്യേകാദരവ് അറിയിക്കുകയാണ്. മുൻപും ഈ പ്രസ്ഥാനത്തിൻ്റെ യോഗങ്ങളിൽ, വിവാഹ ശുശ്രൂഷകളിൽ ഒക്കെ വന്ന് സംബന്ധിക്കാൻ അവസരം എനിക്ക് നൽകിയിട്ടുണ്ട്. സ്നേഹത്തോടെ ശുശ്രൂഷയിൽ അങ്ങനെ നൽകിത്തരുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം, നന്ദിയുണ്ട്, ആദരവുണ്ട്, കടപ്പാടുണ്ട് എന്നും പ്രസ്ഥാനത്തിൻ്റെ വളർച്ച കാണുന്നതിൽ അസൂയയില്ലാതെ ദൈവനാമത്തിന് ഹൃദയംഗമായി സ്തോത്രം അർപ്പിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം സമർപ്പണത്തോടെ സാമർഥ്യത്തോടുകൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എല്ലാ അഭിഷക്തരായ കർത്തൃദാസി ദാസന്മാരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. എന്നോടൊപ്പം വേദിയിൽ അഭിഷക്തരും ആദരണീയരും അനുഗ്രഹിതരുമായ കർത്തൃദാസന്മാർ നിരവധി പേരുണ്ട്, സദസ്സിലുണ്ട്. എല്ലാവർക്കും ഞാൻ വന്ദനം അറിയിക്കുകയാണ്. എനിക്ക് മുൻപ് ആശംസാ സന്ദേശത്തിലൂടെ വളരെ പ്രൗഢമായ തിരുവചനത്തിൻ്റെ സത്യങ്ങളിലൂടെ തന്നെ ഈ ആത്മീയ സംഗമത്തിൻ്റെ ആധികാരികതയും അതിനകത്ത് ദൈവ ഉദ്ദേശവും വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ച എൻ്റെ ആത്മസ്നേഹിതൻ പാസ്റ്റർ റജി കുമ്പഴ അവരുകളോടുള്ള പ്രത്യേക വന്ദനം അറിയിക്കുന്ന ഒരു കുടുംബമായി യോഗത്തിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. പാസ്റ്റർ ഷാജി അത്തിയാൽ അടക്കമുള്ള അനുഗ്രഹീത ദൈവദാസന്മാർ തിരുവചനത്തെ അനുഗ്രഹീതമായ നിലയിൽ ജനത്തിന് അവർ സമാഹരിച്ചിട്ടുള്ള, അവർക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളുടെ വിതരണത്തിന് ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തരായ ദൈവദാസന്മാർ. എൻ്റെ ആത്മസ്നേഹിതൻ പാസ്റ്റർ ബിജു തോമസ് വേങ്ങൽ, ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവൃത്തിപഥത്തിൽ. അദ്ദേഹം എന്നോടൊപ്പം ഇന്ന് രാത്രി ഇവിടെയുണ്ട്, വേദിയിലുണ്ട്. എല്ലാവർക്കും ഞാനുടെ വന്ദനം അറിയിക്കുന്നു. സീനിയർ മാസ്റ്ററായിട്ടുള്ള ബഹുമാന്യ പിതാവിനോടുള്ള വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഓരോ പ്രാദേശിക സഭകളിലും ശുശ്രൂഷിക്കുന്ന എല്ലാ അഭിഷക്ത കർത്തൃദാസന്മാരെയും കർത്തൃദാസന്മാർക്കും ഞാനുടെ വന്ദനം അറിയിക്കുന്നു. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ, എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. ഒരുപടി നല്ല ഗാനങ്ങൾ കൊണ്ട് ഈ യോഗ പരമ്പരകളെ ധന്യമാക്കാൻ നമ്മോട് കൂടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വേർഷിപ്പ് ടീം അംഗങ്ങൾ, അവരോട് ഒന്നിച്ച് നിരവധി വേദികളിൽ ഇതിനു മുൻപും പലയിടങ്ങളിൽ പല പ്രാവശ്യം ശുശ്രൂഷിപ്പാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല സ്മരണയായി ഹൃദയത്തിലുണ്ട്. പാടിയ പാട്ടുകളൊക്കെ വളരെ അനുഗ്രഹമാണ്. അടുത്ത ദിനങ്ങളിലും നമ്മളത് കൂടുതൽ കേട്ട് ആസ്വദിക്കാൻ അവസരം
കർത്താവ് തരട്ടെ. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ദൈവം ഇനിയും അവരെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സനം TV പ്രിയ റോയ്ച്ചാൻ ഇതിനെ പകർത്തി വിവിധ ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കൺവെൻഷൻ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽപ്പാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ശബ്ദ സംവിധാനം, ശ്രുതിലയ താള സമുന്നയം ഒരുമിപ്പിച്ച് ക്രമീകരിച്ചുകൊണ്ട് പാട്ടുകാർക്കും ഇവിടെ പ്രസംഗകർക്കുമെല്ലാം വളരെ മനോഹരമായ ശബ്ദ സംവിധാനം മെച്ചമായി കേൾക്കാൻ സജ്ജമാക്കിയ ഈ സംവിധാനങ്ങൾക്ക് ഞാൻ പ്രത്യേക ഗ്രാൻഡ് സല്യൂട്ട് പ്രിയ സുഹൃത്തിന് നൽകുകയാണ്. ആ സ്ഥാപനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖപാസ്റ്റർ വളരെ മനോഹരമായി, വളരെ ഗംഭീരമായി വെള്ളവിരിപ്പിൻ്റെ കീഴിൽ നമ്മെ ഇരുത്തി ഈ കൺവെൻഷൻ ഇത്ര ഭംഗിയായി ചെലവ് ചെയ്ത് നടത്തുമ്പോൾ ആത്മാക്കൾ ധാരാളമായി വരേണ്ടതിന്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ജനറൽ കൺവെൻഷനിലൂടെ മേത്താനത്തൊരു വലിയ വിളവെടുപ്പുണ്ടാകേണ്ടതിന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഏറിയ നാളത്തെ പ്രാർത്ഥനയുടെയും പ്രയത്നത്തിൻ്റെയും ഫലമാണിത്. അത് ആത്മാക്കളായി പരിണമിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് മുഖവരയുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമമാകുന്നു. തുടർന്ന് വായിച്ച വാക്യത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഹൃദയംഗമായ സ്നേഹം, ആദരവുകൾ അറിയിക്കുകയാണ്. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം, 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യമാണ് വായിച്ച് കേൾപ്പിച്ചത്. ആ വാക്യത്തെ ആസ്പദമാക്കി തുടർന്ന് പഠനാർഹമായ നിലയിൽ ഉപദേശാധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവും അപ്പോൾ തന്നെ യോഗ പരമ്പരകളുടെ പ്രഥമ രാത്രിയിലെ സന്ദേശം എന്നുള്ളതിനാൽ അടുത്ത ദിനങ്ങളിൽ വരാൻ പോകുന്ന സന്ദേശങ്ങൾക്കൊരാമുഖ സന്ദേശം എന്ന നിലയിലുമാണ് ഈ വാക്യവുമായി ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമാണെങ്കിൽ ഒരു സ്തോത്രം കൂടെ പറ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ അയൽവാസിയാണ് പാസ്റ്റർ ജോസ്. അദ്ദേഹം ഈ രാത്രിയിൽ യോഗത്തിന് ഇവിടെയുണ്ട് കുടുംബമായി. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് നിരവധി സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഞാൻ വിശേഷാൽ വന്ദനം അറിയിച്ചുകൊണ്ട് 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ യൂത്ത്സിനെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ മൊബൈൽ ഫോണൊക്കെ മറിച്ചു വെച്ചിട്ട് നിങ്ങൾ ഈ സന്ദേശത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ പതിപ്പിക്കണം. ദൈവമക്കളെല്ലാവരും തന്നെ അഭിഷക്ത കർത്തൃദാസന്മാരും ശുശ്രൂഷയിൽ ശക്തമായി മുന്നേറേണ്ടതിനുള്ള ഒരു പ്രചോദനം, ഒരു പ്രാവീണ്യം ലഭ്യമാകേണ്ടതിനുതകുന്ന അനുഗ്രഹീതമായ ആത്മിക ചിന്തകളാണ് നിങ്ങളോടുകൂടെ ഇരുന്ന് ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരുമിച്ച് കാതോർക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗങ്ങളിൽ തിരുവചനത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ഈ ദേശവാസികളെല്ലാം തന്നെ ഈ യോഗങ്ങൾ എത്രയോ വർഷങ്ങളായി ഇവിടെ കേട്ട് പെന്തക്കോസ്തിൻ്റെ തനിമയാർന്ന ഉപദേശ സത്യങ്ങളെ ഗ്രഹിച്ചിട്ടുള്ളവർ. അതുകൊണ്ട് തന്നെ വീടുകളിലും വീഥികളിലുമൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശവാസികളെയും ഈ സന്ദേശത്തിലേക്ക്, എൻ്റെ പ്രമേയത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ തിമോത്തിയോസിൻ്റെ 2 ലേഖനങ്ങളും കൂട്ടത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന തീത്തോസിൻ്റെ ലേഖനം, അങ്ങനെ 3 ലേഖനങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് 3 വിചാരങ്ങൾ പ്രാരംഭത്തിൽ പറയുന്നു. കുറിച്ചെടുത്തു പഠിക്കാൻ പാകമാണ് അവ. അതുകൊണ്ട് അതിനെ വിട്ടുകളയരുത്. കെട്ടിരിക്കുക മാത്രമല്ല, കഴിയുമെങ്കിൽ കയ്യിൽ ഒരു തുണ്ട് പേപ്പറെങ്കിലും ഉണ്ടെങ്കിൽ കുറിച്ചു കൊണ്ടുപോകുകയും വീട്ടിലെത്തിയിട്ട് അതിനെ പുനർപഠനം നടത്തുകയും ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ 14, എബ്രായ ലേഖനമടക്കമാണ്. ആകെ ലേഖനങ്ങൾ 21 ആശംസാ പ്രസംഗം നടത്തിയ ദൈവദാസൻ ലേഖനങ്ങളിൽ നിന്ന് കേൾക്കാം എന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും വെളിപ്പാട് പുസ്തകത്തിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല, സങ്കീർത്തനത്തിൽ ഒട്ടും കയറാൻ പറ്റത്തില്ല, പഴയ നിയമത്തിലേക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. ലേഖനങ്ങളെ പഠിക്കാമെന്ന് അദ്ദേഹം മുൻകൂർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കിനെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ലേഖനങ്ങളെക്കുറിച്ചൊരു വിവരണം തരികയാണ്. ശ്രദ്ധിക്കണം. ലേഖനങ്ങളാകെ 21. എന്താണ് ലേഖനങ്ങൾ എന്നൊരു ചോദ്യമുണ്ടായാൽ ജനറൽ കൺവെൻഷനല്ലേ, ദൈവമക്കളുടെ ഒരു സംഗമമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാരംഭത്തിൽ അറിവിൻ്റെ നുറുങ്ങായി പറയുക. വാട്ട് ഈസ് എപ്പിസ്റ്റൽസ് എന്നൊരു ചോദ്യമുണ്ടായാൽ ഉത്തമവും ഉദാത്തവുമായ മറുപടി ദൈവസഭയ്ക്കുണ്ടാകണം. എന്താണ് ലേഖനങ്ങൾ? യൂത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്.
ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ച്. ഈ രണ്ട് കാര്യങ്ങളുടെ ദൈവശാസ്ത്ര വിശകലനമാണ് ലേഖനങ്ങൾ. മലയാളത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര വിശകലനങ്ങൾ. അതാണ് 21 ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അതായത് റാമർ മുതൽ യൂദ വരെയുള്ള 21 പുസ്തകങ്ങളിൽ അതിൽ ഏകാധ്യായ ലേഖനങ്ങളുണ്ട്, അതിനെ പുസ്തകമെന്ന പരിഗണിക്കുക. അപ്പോൾ 21 ഗ്രന്ഥങ്ങളിലും ക്രിസ്തു ആരാണ്, സഭ എന്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ രണ്ട് ചിന്തകളെ ഒന്നുകൂടെ വിശദീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം, അതാണ് ക്രിസ്തു വിജ്ഞാനീയം അഥവാ ക്രിസ്തു പരിജ്ഞാനം എന്നൊക്കെ പറയുക. അത് ലേഖനങ്ങളിലുടനീളം വിലയം പ്രാപിച്ച് കിടപ്പുണ്ട്. ഒരു പഠിതാവിൻ്റെ മനസ്സോടെ ലേഖനങ്ങളെ സമീപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം, കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, അകർത്യമില്ലാത്ത, കുറ്റം പറയാനില്ലാത്ത നിലയിൽ വ്യക്തി മഹാത്മ്യത, ഔന്നത്യം, ഉത്തുംഗ പ്രതാപം സൂക്ഷിച്ച 33.5 വയസ്സ് വരെ പാർത്തലത്തിൽ നിലകൊണ്ട് സാധാരണക്കാരോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞു നടന്ന ഒരു മനുഷ്യനെ ഒടുവിൽ നീതിപീഠം വിസ്തരിക്കുമ്പോൾ തുറന്നു പറയുന്നു. കൂടി വന്ന ജനാവലിയുടെ മുൻപിൽ നിയമത്തിൻ്റെ അവസാന വാക്കായ അന്നത്തെ റോമൻ പ്രൊക്കുറേറ്ററായിരുന്ന പീലാത്തോസ് തൻ്റെ പ്രട്ടോറിയത്തിൽ നിന്ന് പറയുന്നു, ഞാനിവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അതാണ് യേശുവിൻ്റെ മനുഷ്യത്വം. സ്തോത്രം പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ജീവിതമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, കൂട്ടായ്മക്കാർക്കൊന്നും ഒരു കുറ്റവും പറയാനില്ലാത്ത നിലയിൽ ടു ബി മോർ ലൈക്ക് ജീസസ്, യേശുവിനെ പോലെ ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. യേശു തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യമെന്നറിയാമോ? നിങ്ങൾക്കാർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഈ ചോദ്യം ചോദിക്കാൻ ഒരവതാര പുരുഷന്മാർക്കും നെഞ്ചുറപ്പുണ്ടായിട്ടില്ല, ഒരു ദാർശനിക പ്രബോധകന്മാർക്കും ധൈര്യമുണ്ടായിട്ടില്ല, ഒരു താത്വിക ആചാര്യന്മാർക്കും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതിന് തൻ്റെ ഇടമുണ്ടായിട്ടില്ല. യേശു മാത്രം ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം എന്നുള്ളത്. അതാണ് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വീക്കം, താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, അതിനുവേണ്ടി സൗജന്യ ചികിത്സ നൽകുന്നൊരു സാധാ വൈദ്യനാണ് യേശുവെന്നാണ് ബഹുഭൂരിപക്ഷം ആത്മീകരും ചിന്തിക്കുക. പക്ഷെ അതിനപ്പുറത്ത് യേശു സൗഖ്യം തന്നാലും ഇല്ലെങ്കിലും എനിക്ക് യേശുവിനെ മതി, കാരണം അവൻ സത്യദൈവമാണ്. ആ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി യേശുവിനെ നമ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും മൂർത്തികളുടെ സങ്കല്പ ശക്തികളുടെ ആവാഹനങ്ങളുടെ പിന്നാലെ പോകുന്ന പ്രവണത സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിലും കർത്താവിൻ്റെ ഹിതമാണത്, തരുന്നില്ല, യാതായാലും കുഴപ്പമില്ല, എനിക്ക് കർത്താവിനെ വിട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തെ നാം അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ! ദൈവത്വത്തിൻ്റെ മഹത്വം. അപ്പം രണ്ട് കാര്യം മറന്നു പോകരുത്: മനുഷ്യത്വത്തിൻ്റെ തിളക്കം, ദൈവത്വത്തിൻ്റെ മഹത്വം. ഇത് ലേഖനങ്ങൾ പ്രതിപാദിക്കുന്ന അനുഗ്രഹിത വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട് പറയാം, ലേഖനങ്ങൾ 21 വിലയം പ്രാപിച്ചു കിടക്കുന്ന രണ്ടാമത്തെ വിഷയം, വാട്ട് ഈസ് ചർച്ച് ആൻഡ് ഹൗ ടു വർക്ക് ഇൻ ദ ചർച്ച്. എന്താണ് സഭ, നാം സഭയിൽ എങ്ങനായിരിക്കണം, ഇതാണ് ലേഖനങ്ങളിലെ രണ്ടാമത്തെ വിഷയം. സഭയെന്ന് പറഞ്ഞാൽ സംഘടനയല്ല, സഭയെന്ന് പറഞ്ഞാൽ വെറുമൊരു പ്രസ്ഥാനമല്ല, സഭയെന്നൊക്കെ പറഞ്ഞാൽ വെറുമൊരു ക്ലബ്ബല്ല, സഭയെന്ന് പറയുന്നത് ഒരു ജനസംഘ ശക്തിയല്ല, ഒരു ജാതിയുടെ, ഒരു മതത്തിൻ്റെ, ഒരു കുലത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു വർഗത്തിൻ്റെ, ഒരു വർണ്ണത്തിൻ്റെ, ഒരു ദേശക്കാരുടെ, ഒരു ഭാഷക്കാരുടെ, ഒരു ദിക്കുകാരുടെ മാത്രമായിട്ടുള്ള ഒരു കൂട്ടമല്ല സഭ. അതിനപ്പുറത്ത് സഭയ്ക്ക് അർത്ഥവിശാലത വളരെയുണ്ട്. അപ്പൊ എന്താണ് സഭ? ശ്രദ്ധിച്ച് കേൾക്കണം. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹിത നാമമുണ്ട്, സത്യമാർഗം. അതിനെ നമുക്ക് തിരുത്താം, സത്യസഭ എന്ന് തന്നെ പറയാം. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യത്തിലാണ് സത്യമാർഗം എന്ന് പറയുക. അപ്പൊ സഭ സത്യമാർഗമാണെന്ന് ജനറൽ കൺവെൻഷൻ കൂടും. സത്യകൃപ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം, നാം നിൽക്കുന്ന ഈ സത്യകൃപയിലേക്ക് എന്നൊരു പ്രയോഗമുണ്ട്, സത്യകൃപ. അപ്പൊ സത്യദൈവത്തിൻ്റെത്, സത്യമെന്ന ക്രിസ്തുവിൻ്റെത്, സത്യ ആത്മാവിൻ്റെത്, സത്യവചനത്തിൻ്റെതാണ്. വ്യാപരിക്കുന്ന കൃപ സത്യകൃപയാണ്. ഹല്ലേലൂയ! ഈ 5 കാര്യങ്ങൾ വളരെ
മെച്ചമായിട്ട് സഭയിൽ മൊത്തത്തിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സഭയെ സത്യസഭ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ സത്യസഭ, അതിനകത്ത് നമ്മുടെ ക്രമീകരണം എങ്ങനെ, നമ്മൾ എങ്ങനായിരിക്കണം? അപ്പൊ വാട്ട് ഈസ് ചർച്ച് ആൻഡ് ഹൗ ടു വർക്ക് ഇൻ ദ ചർച്ച്. മേത്താനത്തായാലും അതല്ലെങ്കിൽ വേറെ എവിടെങ്കിലും, മെൽബണിലായാലും ന്യൂയോർക്കിലായാലും അങ്ങ് സദാംപ്ടണിലായാലും, മുമ്പേ പറഞ്ഞ പോലെ പാകിസ്ഥാനിലാണെങ്കിലും സഭയിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ധർമ്മകർമ്മങ്ങൾ, വ്യവസ്ഥാപിതമായ നിയമങ്ങൾ, ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ എല്ലാം ഈ ലേഖനങ്ങളിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് ജനറൽ കൺവെൻഷനിൽ ഒരു കാര്യം പരസ്യമായി പ്രഖ്യാപനം ചെയ്യാം: വേദപുസ്തക വായനയ്ക്ക് കൂടുതൽ അക്കം കൊടുക്കണം, ലേഖനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൊടുക്കണം. അതിന് താല്പര്യമുള്ളവരൊരു സ്തോത്രം പറഞ്ഞാട്ടെ. വിശേഷാൽ പറയുകയാണ്, ഈ ദുഷ്ടലോകത്തിൽ, വക്രതയുടെ ലോകത്തിൽ, തിന്മയുടെ കുത്തൊഴുക്കുള്ള ഈ ലോകത്തിൽ എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം, എന്താകണം, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകാം, ആരോടുകൂടെ ആകാൻ പാടില്ല, എന്തുടുക്കാം, എന്തുടുക്കരുത്, എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത് എന്നിത്യാദി വകഭേദങ്ങൾ, വീണ്ടു വിചാരങ്ങൾ നമുക്ക് ലേഖനം പഠിക്കുന്നവൻ എല്ലാവരുടെയും കൂടെ ഒന്നും മുട്ടിത്തട്ടി പോകാൻ പറ്റത്തില്ല. ലേഖനം പഠിക്കുന്നവർക്ക് അവസരത്തിന്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തിന്മകളിലേക്ക് പണയപ്പെട്ടു പോകാൻ പറ്റില്ല. ദിക്കും പക്കും നോക്കിയിട്ട് ആരുമില്ലെങ്കിൽ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആരോടും ഡീൽ ചെയ്യാൻ പറ്റില്ല. ലേഖനം നൽകുന്ന ആത്മീയതയുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തു ജീവിച്ച പോലെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ? വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ തോണ്ടിത്തോണം പല ചില ചിന്തകളുടെ, ദൃശ്യങ്ങളുടെ, അത് നമുക്ക് നൽകിത്തരുന്ന വികാര വിക്ഷോഭങ്ങളുടെ മുമ്പിൽ അടിപതറിപ്പോകാതെ കരുത്തുള്ള ആത്മീയതയ്ക്ക് ഉടമയായി മാറാൻ ലേഖന പഠനങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖവരിയുടെ ചിന്തയ്ക്ക് ഇവിടെ വിരാമമാകുകയാണ്. ഇനി ശ്രദ്ധിക്കൂ, മുഖവരിയുടെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഈ 3 ലേഖനങ്ങൾ മുട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. ഈ ലേഖനങ്ങളുടെ പേരാണ് വൈദിക ലേഖനങ്ങൾ, ഓർ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുക. അതിൽ ഒരെണ്ണമാണ് പ്രസന്റ് എപ്പിസ്റ്റൽ, 2 തിമോത്തിയോസിന്റെ ലേഖനം. പ്രസന്റ് എപ്പിസ്റ്റൽ എന്ന് പറയുന്നത് വേറെ 4 അപ്പുറത്ത് കിടപ്പുണ്ട്. അതിൽ 2 തിമോത്തിയോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറവി എടുത്തിട്ടുള്ളതാണ്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, പിന്നെ തീത്തോസ്. ഈ 3 ലേഖനങ്ങൾക്കും വൈദിക ലേഖനങ്ങളായിരിക്കണം. ജനറൽ കൺവെൻഷനൊക്കെ ഇതൊക്കെ പറയാൻ പറ്റൂ, കാരണം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സംഗമമായതുകൊണ്ടാണ് ഇത് പറയുക. ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം, മാത്രമല്ല പാസ്റ്ററുടെ വൈഫ്, ശുശ്രൂഷക്കാരത്തി എങ്ങനെയായിരിക്കണം, ഇവരാൽ നിയന്ത്രിക്കപ്പെടുന്ന സഭയിലെ വിശ്വാസികൾ, ഹൗ ടു ബി എ ബിലീവർ എന്തായിരിക്കണം, ഇതിനകത്ത് യൂത്ത് എങ്ങനെയായിരിക്കണം, ഇതിനകത്ത് വൃദ്ധജനത എങ്ങനെയാകണം, ഇതിനകത്ത് വിധവമാർ എന്താകണം എന്നിത്യാദി വസ്തുതകൾ ആഴത്തിൽ പഠിപ്പിക്കുന്ന 3 ലേഖനങ്ങളാണ് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. അല്ല, ഇങ്ങനെ പഠിക്കുന്നത് സന്തോഷമാണോ? മുഖമൊന്നും കണ്ടിട്ട് വലിയ സന്തോഷമില്ലെന്ന് തോന്നുന്നു. ഗോലിയാത്തിനെ ഒന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ 200 കന്യഭാഷയൊക്കെ പറഞ്ഞ് ഒന്ന് ആത്മാവിൽ ആരാധിച്ചേനെ എന്നുള്ള വിചാരത്തോടിരിക്കുന്ന ചില മുഖങ്ങളെ ഞാൻ കാണുന്നു. ഗോലിയാത്തിനെ വേണോ, ലേഖനം വേണോ? പറ. ലേഖനം മതി. ഗോലിയാത്തിനോട് ഗത്തിൽ പോയിരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. 3 ലേഖനങ്ങളെക്കുറിച്ച് 3 പ്രധാന പ്രമേയം കൂടെ പറയുമ്പോൾ മുഖവരയ്ക്ക് വിരാമമാകും. അത് കഴിഞ്ഞ് വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അങ്ങനെ അടുക്കണമെന്നുണ്ടേ ഇല്ല, ഇത് താഴെ പോകും. ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇല്ല, വെരി ഗുഡ്. ഓക്കെ മതി. സ്തോത്രം. അതിനകത്തൊരു പൂവോ ചെടിയൊക്കെ ഇട്ട് വയ്ക്കച്ച. ഓക്കെ, ശ്രദ്ധിക്കുക. 3 പ്രധാന ചിന്തകൾ പറയുക. ഈ 3 വാചകങ്ങൾ ഒരിക്കലും മറക്കരുതാരും, പ്രത്യേകിച്ച് ശുശ്രൂഷക വൃന്ദങ്ങൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആരും മറക്കരുത്. സഭയിലെ യൂത്ത്സ് മറക്കരുത്. 3 വാചകങ്ങൾ പറയുക. 1, പ്രൊട്ടക്ട് ദ ഗോസ്പൽ, സുവിശേഷത്തെ സംരക്ഷിക്കുക. ഓക്കെ, കുറിക്കണം. അതൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ മറന്നുപോകും. കുറിക്കുന്ന ചിലരെ കാണുന്നുണ്ട്. സ്തോത്രം. ഒട്ടുമിക്ക പേരും കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഓർമ്മശക്തി ഉള്ളവരാ കൂടുതലും മേത്താനത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് തീരാറാകുമ്പോൾ ഞാൻ ചോദിക്കും ഇതൊക്കെ, അന്നേരം പറഞ്ഞിട്ടേ പോകാവൂ. 1ാമത്തെ വാചകമാണ് പ്രൊട്ടക്ട് ദ ഗോസ്പൽ, സുവിശേഷത്തെ സംരക്ഷിക്കുക. അങ്ങനെ ഒരു വാചകം എഴുതിയാൽ അതിന് നേരെ എഴുതേണ്ട പുസ്തകമാണ് 1 തിമോത്തിയോസിന്റെ ലേഖനം.
1 തിമോഥെയോസിന്റെ ലേഖനം 6 അധ്യായമാണ് അതിനെ കാച്ചിക്കുട്ടൽ. സുവിശേഷത്തെ സംരക്ഷിക്കണം. നാം നിമിത്തം സുവിശേഷം അന്യാധീനപ്പെടരുത്. നമ്മുടെ ജീവിതത്തിന്റെ നടപടിക്രമങ്ങൾ കൊണ്ട് ശ്രദ്ധിച്ച്, നമ്മുടെ ദാമ്പത്യം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ സഭാ ജീവിതം, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപഴകൽ, അടുത്ത അയൽവാസിയുമായിട്ടുള്ള നമ്മുടെ ഇടപാട് നിമിത്തമായി സുവിശേഷം ഒരിക്കലും അന്യാധീനപ്പെടുകയോ ആക്ഷേപിക്കപ്പെടുകയോ ചെയ്യരുത്. അതുകൊണ്ട് ജീവിതം കൊണ്ട് തന്നെ സുവിശേഷത്തെ എന്തോ ചെയ്യണം? സംരക്ഷിക്കണം. ശുശ്രൂഷ കൊണ്ട് സുവിശേഷത്തെ സംരക്ഷിക്കും. 1 തിമോഥെയോസിന്റെ ലേഖനം നമുക്ക് നൽകുക. ഇനിയും അടുത്ത വാചകം ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് പ്രൊക്ലൈം ദ ഗോസ്പൽ എന്നതാണ്. പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ ഓർ പ്രൊക്ലൈം ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ പ്രഘോഷിക്കുക എന്നതാണ്. പ്രഘോഷണം. നമ്മൾ സാധാരണ ഇതിന് പറയുക പ്രസംഗം എന്ന് തന്നെയാണ്. പ്രസംഗം മാത്രമല്ല, പ്രഘോഷണം എന്ന് പറയുന്ന പ്രയോഗത്തിൽ ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ ഇവിടെ പാടുകയായിരുന്നു. അത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ്. ക്രിസ്തുവിൻ്റെ അപദാനങ്ങളാണ് അവർ താളം ആത്മകമായിട്ട് ഇവിടെ പാടിക്കേൾപ്പിച്ചത്. അത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ്. ഞാൻ ചെയ്യുന്നത് ആശംസ സന്ദേശകനും പ്രഘോഷണമാണ്. സങ്കീർത്തന പ്രബോധനത്തിലൂടെ ക്രിസ്തുവിൻ്റെ പ്രഘോഷണമാണ്. സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ്. ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു എന്നുള്ള പ്രഘോഷണം നമ്മൾ കേട്ടുകഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിനെ പ്രസംഗിക്കുക, പാടുക, എഴുതി കാണിക്കുക, അക്ഷരങ്ങൾ കൊണ്ട്, വടിവത്തെ അക്ഷരങ്ങൾ കൊണ്ട്, ആശയഗാംഭീര്യതയുള്ള വാചകങ്ങൾ കൊണ്ട് ഒക്കെ സുവിശേഷത്തെ വല്ല വിധേനയും പ്രഘോഷിക്കണം. ആ തത്വമാണ് 2 തിമോഥെയോസിന്റെ ലേഖനത്തിലുള്ളത്. അപ്പോൾ 1 തിമോഥെയോസിന്റെ ലേഖനം പ്രൊട്ടക്ട് ദ ഗോസ്പൽ, 2 തിമോഥെയോസിന്റെ ലേഖനം പ്രൊക്ലൈം ദ ഗോസ്പൽ. ഇങ്ങനെ 2 വിചാരങ്ങൾ. പ്രഘോഷണത്തിന്റെ, സുവിശേഷ പ്രഘോഷണത്തിൽ എത്രമാത്രം പങ്കാളിത്തമുണ്ട് നമുക്ക് എന്ന കാര്യം കൂടി ജനറൽ കൺവെൻഷനിൽ ഒരു വീണ്ടും വിചാരം നടത്തി മടങ്ങിപ്പോകാവൂ. കൺവെൻഷൻ വന്നു, ശരി, അതുപോലൊക്കെയുണ്ട്, മുടങ്ങുന്നില്ല. പക്ഷെ എൻ്റെ ചോദ്യം, കവലനിക്കാറുണ്ടോ കർത്താവുമായിട്ട് ഒരുമിച്ച് ചേർന്ന്? വരുവിനി നല്ല സമയം വൃഥാവാക്കാതെ. സാക്ഷ്യത്തിന് പാടാനുള്ള പാട്ടല്ലെന്നറിയാമോ? അത് കവലപ്പിയിൽ. അതൊന്നും സഭായോഗത്തിന് പാടേണ്ട പാട്ടല്ല, അതെല്ലാം കവലെ പാടേണ്ട പാട്ട്. ഈ പാട്ടും പാടി ഏറ്റവും അവസാനം ഒരു പരസ്യോഗത്തിന് നിന്നത് എന്നാണെന്നാണ് എൻ്റെ ചോദ്യം. ഏറ്റവും അവസാനം ഒരു ട്രാക്ട് കൊടുത്തത് എന്നാന്ന് ഓർമ്മയുണ്ടോ? ഏറ്റവും അവസാനം ഒരു വ്യക്തിയോട് സുവിശേഷം വ്യക്തിപരമായി അറിയിച്ചത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? അതാണ് പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. പാസ്റ്റേഴ്സ് പൂർണ്ണസമയ സുവിശേഷകരാണ് എന്ന് അവകാശപ്പെടുന്ന പലരും പൂർണ്ണസമയം ഒന്നും പ്രവൃത്തിപഥത്തിലില്ല. ഞായറാഴ്ച സഭായോഗത്തിനുണ്ട്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കുണ്ട്, പിന്നെ വീട്ടു പ്രാർത്ഥനയ്ക്കുണ്ട്. ബാക്കി തന്നെ ഉത്തരം പറഞ്ഞൊരുമാതിരി ഉഴപ്പി അടിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണസമയ സുവിശേഷകർ, ഞാനൊരു സർവേ നടത്തിയതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭാഗികമായി പൂർണ്ണസമയം വേലക്കാർ തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു മേശരിപ്പണിയൊക്കെ ആയിരിക്കാം, മൈക്കാടായിരിക്കാം, റബ്ബർ ടാപ്പിംഗ് ആയിരിക്കാം, അതൊക്കെ വെട്ടി റെഡിയാക്കി ഒപ്പിച്ച് വെച്ചിട്ട് ഓടി വന്ന് കൈയും കാലും മുഖവും കഴി ഉള്ളതിൽ നല്ലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ട്രാക്ട് പാരിയിട്ട് ഓടി കവലെ പോകുന്ന ഒത്തിരി പേരെ കാണുന്നുണ്ട്. അപ്പം അവർ പൂർണ്ണസമയ വേലക്കാരെന്ന് പറയേണ്ടത്. അല്ലാതെ ഞായറാഴ്ച തൊഴിലാളികളെ എല്ലാം കൂടെ പൂർണ്ണസമയ തൊഴിലാളികളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട് പറയുകയാണെങ്കിൽ പൊറുക്കണം, ഓക്കെ എന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. പറയേണ്ടതങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് പ്രഘോഷണമാണ്. പ്രഘോഷണം അത് അനുഗ്രഹീതമായ കാര്യമാണ്. ഞാനൊരിക്കൽ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പകലൊരു ക്യാമ്പ് കഴിഞ്ഞിട്ട് രാത്രിയിൽ എനിക്ക് കൺവെൻഷന് വേണ്ടി ഞങ്ങൾ 2 പേരും കൂടെ കിഴക്കേക്കോട്ടയിൽ നിന്ന് വരുന്നൊരു ബസ് പ്രതീക്ഷിച്ച് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, കണ്ടാൽ ഒന്നുകൂടെ നോക്കിപ്പോകത്തക്ക നിലയിൽ ഗ്ലാമറുള്ളൊരു പയ്യൻ, നെഞ്ചിലിങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുക, താങ്കൾ രക്ഷിക്കപ്പെട്ടു, രക്ഷയ്ക്ക് ഏകമാർഗം ക്രിസ്തു മാത്രം. അങ്ങനെ വാചകം വടിവത്തെ അക്ഷരത്തിൽ മൾട്ടി കളറിൽ എഴുതി അദ്ദേഹം നെഞ്ചിലിങ്ങനെ തൂക്കിക്കൊണ്ട് ജനത്തിനിടയിലൂടെ ഇങ്ങനെ നടക്കും മന്ദസ്മിതത്തോടെ പോയപ്പോൾ ഞാൻ പിന്നെയും പുറകിലോട്ട് നോക്കിയപ്പോൾ പുറകിൽ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യ നരകമാണ് ശിക്ഷാവധി, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, പാപത്തിൻ്റെ പരിഹാരം യേശു മാത്രമാണ്, തീരുമാനമെടുക്കാതെ പോകരുത്. അതേപോലെ തിരിഞ്ഞു വരിക. യാത്രയ്ക്ക് നിന്ന് എൻ്റെ സ്നേഹിതരോട് ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവർ പറഞ്ഞു, സാറേ സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്താ, അദ്ദേഹം ജന്മന ഒരു അത്രയ്ക്ക് ആത്മഭാരമൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പിന്നറിഞ്ഞപ്പോഴാണ് നിരവധി ആളുകൾ അദ്ദേഹത്തിലൂടെ ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ എന്നുള്ളത് 2 തിമോഥെയോസിന്റെ പ്രഖ്യാപനമാണെന്നറിയണം. ഒരു വാചകം കൂടെ പറയുമ്പോൾ മുഖവര തീരുമല്ലോ, അടുത്ത വാചകം മറക്കരുത്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് പ്രൊട്ടക്ട് ദ ഗോസ്പൽ, രണ്ടാമത്തേത് പ്രൊക്ലൈം ദ ഗോസ്പൽ, മൂന്നാമത്തേത് പ്രാക്ടീസ് ദ ഗോസ്പൽ, സുവിശേഷത്തെ പ്രായോഗികമാക്കുക എന്നതാണ്. സുവിശേഷാത്മക
അനുസൃതമാകണം ജീവിതം. സുവിശേഷം അനുശാസിക്കുന്നത് പോലെ ജീവിക്കണം. സുവിശേഷം അനുശാസിക്കുന്നത് പോലെ ദാമ്പത്യം, സുവിശേഷം അനുശാസിക്കുന്നത് പോലെ ജീവിതത്തിന്റെ സമസ്ത ചലനങ്ങളും. അതാണ് പ്രാക്ടീസ് ദ ഗോസ്പൽ. സൽപ്രവർത്തികൾക്ക് മുമ്പരാകുക, ഒരുങ്ങിയിരിക്കുക, ഒന്നാമതെത്തുക എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി ചിന്തകൾ വാരി നിറച്ചിട്ടുള്ള 3 അധ്യായങ്ങളുടെ ആന്തരിക പ്രമേയമാണ് സുവിശേഷ ഘോഷണം, സുവിശേഷത്തെ നമ്മിൽ പ്രായോഗികമാക്കുക എന്നുള്ളത്. ഈ 3 വിചാരങ്ങൾ അധിഷ്ഠിതമാണ് ഇടയ ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം വളരെ പ്രൗഢമായ ദൈവശാസ്ത്ര വിചാരമാണ്. നാം ഇനി അതിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസാണ് ലേഖനങ്ങൾ എഴുതിയതെന്നറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ വിശേഷമായിരിക്കുന്നൊരു ഗുണം കൂടെ ഞാൻ പറയാം. അത് നമ്മുടെ നേതൃത്വ നിരക്ക് അഭിഷക്തരായ ദൈവദാസന്മാർക്ക്, സഭാ ശുശ്രൂഷക വൃന്ദങ്ങൾക്കൊക്കെ ഉപകാരമാകട്ടെ. പൗലോസിൻ്റെ ഏറ്റവും മഹത്തായിരിക്കുന്നൊരു ദർശനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ആവിഷ്കാര മേഖല ഒന്ന് മിഷണറി പ്രയാണ വീഥികളാണ്. ശ്രദ്ധിക്കണം, മിഷണറി പ്രയാണ വീഥികൾ. യെരൂശലേം മുതൽ ലേഖനങ്ങൾ, അങ്ങനെയാണ് 14 ലേഖനങ്ങൾ. എബ്രായ ലേഖനം അടക്കമുള്ള 14 ലേഖനങ്ങൾ. വേറെ കുറെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ തട്ടകം. എവിടെ അവസരം കിട്ടിയാലും, അത് അഗ്രിപ്പാവിൻ്റെ മുമ്പിലായാലും ആരയോപകുന്നിലായാലും തകരാൻ പോകുന്ന കപ്പലിനകത്താണെങ്കിലും 4 പേർ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ വളരെ ചങ്കുറ്റത്തോടെ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷണ തട്ടകം താൻ കണ്ടെത്തിയിരുന്നു. അപ്പോൾ പ്രയാണതലം, അപ്പോൾ തന്നെ എഴുത്തിൻ്റെ ഒരു എഴുത്തുപുര, 3 പ്രഭാഷണ തട്ടകം, മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ സാക്ഷ്യം. ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ ക്രമീകരിച്ച് മുൻപോട്ട് പോയതുകൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടി സുഖഭോഗമാനാഭിമാനാദികളെല്ലാം വെടിഞ്ഞ് കരുത്തോടെ നിൽക്കുവാൻ ഒടുവിൽ യേശുവെന്ന അനുഗ്രഹീതമായി വിശ്വം കണ്ട ഏറ്റവും വലിയ ഗുരുവിനെ പോലെയാകാൻ തനിക്ക് കഴിഞ്ഞത്. സ്തോത്രം. റോമൻ നീതിപീഠം 2 പേരെ വിസ്തരിച്ചിട്ട് മാത്രമേ കുറ്റമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തേത് മുമ്പേ ഞാൻ പറഞ്ഞ എൻ്റെ കർത്താവിനെ നോക്കിയാണ്. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. യോഹന്നാൻ 19:5-6 വാക്യം. അത് കഴിഞ്ഞാൽ അതേ നീതിപീഠം ആളുമാറി എന്നുള്ളതേ ഉള്ളൂ. നീതിപീഠത്തിന്റെ അവസാന വാക്കായ നേതാവ് ചക്രവർത്തി നിന്നുകൊണ്ട് പൗലോസിൽ കാണുന്നില്ല, ഇവനിൽ ഒരു കുറ്റവുമില്ല. യേശുവിന് വേണ്ടി പറഞ്ഞ അതേ വാചകത്തിന്റെ തനിയാവർത്തനം പിന്നെ കേട്ടത് പൗലോസ് എന്ന അനുഗ്രഹീത ദൈവദാസനിലാണ്. അപ്പോസ്തലപ്രവൃത്തി 25:8 വാക്യം, 25:25 വാക്യമെല്ലാം അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ യേശുവിനെ പോലെയാകുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോലെയായ അനുഗ്രഹീതനായ ശിഷ്യൻ. ഞാൻ പറയാൻ വന്ന വാചകം ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ വന്ന ആശയം ശ്രദ്ധിക്കണം. പ്രഭാഷണ തട്ടകത്തിൽ തനിക്ക് പകരം, എഴുത്തുപുരയിൽ തൻ്റെ കാലശേഷം, പ്രഭാഷണ വീഥികളിൽ തൻ്റെ കാൽ ഓടിയ വഴികളിലൂടെ തൻ്റെ കാലുകൾക്ക് പകരമോടാൻ ചിലരെ വേണം എന്ന വിചാരം പൗലോസിനുണ്ടായിരുന്നു. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ എല്ലാവരും. തനിക്ക് പകരം ചിലർ വേണമെന്ന വീണ്ടു വിചാരമുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. സ്തോത്രം. ആ താല്പര്യം എത്ര പേർക്കുണ്ട്? എനിക്ക് പകരം ചിലരെ വേണം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂണറൽ കഴിഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യമല്ല. നമ്മൾ പച്ച ജീവനത്തോടിരിക്കുമ്പോൾ അങ്ങനെ കുറേ ആളുകളെ ഒരുക്കണം, അങ്ങനെ കുറേ ആളുകളെ എഴുന്നേൽപ്പിക്കണം. ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ ജനറൽ കൺവെൻഷനിൽ സുഹൃത്താസൊക്കെ എൻ്റെ ആത്മമിത്രമായതുകൊണ്ട് ഞാൻ പറയുക, അടുത്ത പ്രാവശ്യത്തെ ജനറൽ കൺവെൻഷനിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റെങ്കിലും 15 മിനിറ്റെങ്കിലും ഈ പ്രസ്ഥാനത്തിലെ പാസ്റ്റർമാർ പ്രസംഗിക്കണം. ആര് സ്വതന്ത്രമൊന്നും പറയുന്നില്ല. വേണ്ട, വാടകയ്ക്കെടുത്ത പ്രസംഗർ മാത്രം മതി എന്നാണോ താല്പര്യം? ഈ പ്രസ്ഥാനത്തിൽ പ്രസംഗനുണ്ടെന്ന് നാട്ടുകാർ അറിയണമെന്ന്. ഈ സ്വതന്ത്ര സഭകളുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയാമോ? ജനറൽ കൺവെൻഷൻ വരുമ്പോൾ പ്രസംഗരെ വാടകയ്ക്കെടുക്കേണ്ട ഗതികേടാണ്. ഇതിനകത്ത് 10 പേരുണ്ടാകട്ടെ, 4 ദിവസം യോഗം നടത്തുമ്പോൾ 4 പാസ്റ്റർമാർ പ്രസംഗിക്കണം. അവർ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് മതി ഗസ്റ്റ് സ്പീക്കർ പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന്റെ കരുത്താണ് അത് തെളിയിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? പൗലോസ് ജീവനോട് ഇരുന്നപ്പോൾ തിമോത്തിയോസ്, തീത്തോസ്, തിഖിക്കോസ്, എപ്പഫ്രാദിത്തോസ്, അക്വിലാസ്, പ്രിസ്കില്ല, ലൂക്കോസ്, ബർന്നബാസ്, അംബ്ലിയാത്തോസ്, ഉംബ്ലിയാത്തോസ്, താക്കു എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേരുകൾ! റോമാലേഖനം 16 അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. വെപ്പുവല്ലുള്ളവരൊക്കെ മനസ്സിൽ വായിച്ചാൽ മതി. സാധാരണ നിലയിൽ വായിക്കരുത്, പല്ലൂരി തെറിച്ച് പൊക്കളയും. അതുപോലുള്ള പേരുകളാണ്. അംബ്ലിയാത്തോസ്, ഉംബ്ലിയാത്തോസ്, ഉർബാനോസ്, താക്കു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ പൗലോസ് തട്ടി തലോടി തഴുകി വളർത്തി. തൻ്റെ പ്രഭാഷണ വഴിയിൽ തനിക്ക് പകരം, തൻ്റെ എഴുത്തുപുരയിൽ തനിക്ക് പകരം, തൻ്റെ പ്രഭാഷണ തട്ടകത്തിൽ തനിക്ക് പകരം നിർത്തിയവരാ
ഇത് ഞാനേ ഉണ്ടാകാവൂ, വേറെ ഒരുത്തനും കയറാൻ പാടില്ല. ഒറ്റ കസേര ഉണ്ടാകാവൂ, അതിൽ ഞാനേ ഇരിക്കാവൂ. എൻ്റെ കാലശേഷ കസേര ഒടിഞ്ഞു പോവുകയും വേണം. അങ്ങനെയൊക്കെയുള്ള മനോഭാവം ഉണ്ടെന്ന് ആത്മീക പ്രസ്ഥാനങ്ങളിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു സുഖപാസ്റ്ററുടെ നിലപാട്. ജനറൽ സെക്രട്ടറി അധ്യക്ഷനായിരിക്കുന്നു. സങ്കീർത്തനം സുഖപാസ്റ്റർക്ക് വായിക്കാൻ അറിയാഞ്ഞിട്ടാണോ? വേറൊരു ദൈവദാസനത്തിന് അവസരം കൊടുക്കുന്നു. ഒരു പാട്ട് പാടാൻ എല്ലാ പാഷന്മാരെയും കൂടി വിളിച്ചപ്പോൾ പാഷന്മാരെല്ലാം വന്ന് സ്വോത്രാഴ്ച പാത്രം എടുത്തുകൊണ്ട് പോയി. വിളിച്ചത് എന്തിനാന്ന് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഗായകരുടെ കൂടെ നിന്ന് പാട്ട് പാടാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഉപദേശിമാർക്ക് സ്വോത്രാഴ്ച പാത്രത്തോടുള്ള പ്രണയം ഭയങ്കരമാണല്ലോ, അതവർ തെളിയിച്ചു എന്തായാലും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് പൗലോസ് ജീവനോടിരിക്കുമ്പോൾ തന്നെ കുറെ പേരെ കരുത്തന്മാരാക്കി മാറ്റി എന്നുള്ളത്. സങ്കീർത്തന വായന പോലും വിശ്വാസിക്ക് കൊടുക്കാത്ത ഉപദേശിമാരുണ്ട്. അവരാരെങ്കിലും വായിച്ച 4 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എനിക്ക് നാളെ പാരയാകുമെന്നുള്ള വിചാരം കൊണ്ട് ഈ ഒറ്റ കത്രികയുള്ളൂ. പല ഉപദേശിമാർ, എല്ലാവരുടെയും കാര്യമല്ല പറയുക, പല ഉപദേശിമാരുടെ കയ്യിൽ ഒറ്റ കത്രികയുള്ളൂ, മട്ടക്കവാത്തിൻ്റെ കത്രിക. മുളച്ച് വരുന്നത് ഉടനെ എന്തോ ചെയ്യും? വെട്ടി. പൗലോസ് അങ്ങനെ അല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സന്തോഷമുള്ള ഒരു കർത്താവിനെ സ്തുതിച്ച് അങ്ങനെ അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ താൻ വളർത്തി പോറ്റി ഉയർത്തിക്കൊണ്ടുവന്ന് അതിശ്രേഷ്ഠന്മാരായി രണ്ടുപേരിൽ ഒത്തിരി പേരുണ്ട്. അതിൽ തിമോത്തിയോസിനും തീത്തോസിനും താൻ ലേഖനം എഴുതി കൊടുക്കുമ്പോൾ ആ ലേഖനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് ആക്ഷേപരഹിതമായ ക്രിസ്തീയ ജീവിതം, അപവാദമില്ലാത്ത ആർക്കും വിരൽ ചൂണ്ടി വിധിക്കാൻ കഴിയാത്ത വിധം അവരുടെ ആത്മിക പക്വത, ശുശ്രൂഷയിൽ ആരും അവരുടെ നേരെ ആക്ഷേപം ആവാത്ത നിലയിൽ അവർ കരുത്തന്മാരാകേണ്ടതിന് എഴുതി കൊടുത്ത് അനുഗ്രഹീതമായി 3 ലേഖനമാണിതെന്ന് പറഞ്ഞുകൊണ്ട് മുഖവര ഇവിടെ അവസാനിപ്പിക്കുന്നു. വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 2-4 വാക്യം. അതിലെ പ്രധാനപദമായ ചിന്തകളാണ്. ഇനിയുള്ളതൊക്കെ നാട്ടുകാരോടും കൂടെ പറയുക. വീടുകളിലും വീഥികളിലുമൊക്കെ കാതോർക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, തീർച്ചയായും നിങ്ങളും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക. ആ വാക്യത്തിന്റെ തുടക്കം എങ്ങനെയാണ്? അവൻ സകലരും രക്ഷപ്രാപിപ്പാൻ ഇച്ഛിക്കുന്നു. അത് മലയാള ഭാഷയുടെ ഒരു വൈകല്യമാണ്. ദൈവത്തെ കയറി അവനെന്നൊക്കെ വിളിക്കുന്നത്. സത്യത്തിൽ ആ അവനെന്നുള്ളത് മാറ്റിയിട്ട് എന്തോ പറയണം? ദൈവം സകല മനുഷ്യരും രക്ഷപ്രാപിക്കേണ്ടതിന്. മലയാള ഭാഷയിലേക്ക് വേദപുസ്തകം തമിഴ് ബൈബിളിൽ നിന്നാണ്. പ്രിയ സാറ് തമിഴ് പാട്ടൊക്കെ പാടി ഇവിടെ കൊഞ്ചം തമിഴ് പേശിയപ്പോൾ വളരെ സന്തോഷം തോന്നി. തമിഴ് ഭാഷയാണ് മലയാളത്തിൻ്റെ തായ് ഭാഷ. മലയാള ബൈബിളിൻ്റെ തമിഴ് ബൈബിളിൽ നിന്നാണ് മലയാളം വിവർത്തനം ചെയ്തിട്ടുള്ളത്. തമിഴ് ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. അതുകൊണ്ട് മലയാള ബൈബിളിലെ വാക്യങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തർജ്ജമയിൽ ഒത്തിരി പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. തമിഴ് ഭാഷ കൈകാര്യം ചെയ്തിട്ട് ആ പ്രതിസന്ധികളുടെ ഭാഗങ്ങളെ കണ്ടെത്തി പഠിക്കാനും കൂടെ ദൈവദാസന്മാരോട് വേദവിദ്യാർത്ഥികളോട് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. തമിഴ് ഭാഷ ബൈബിളുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഏറ്റവും പരിപൂർണതയുള്ളൊരു ഭാഷയാണ്. ഏറ്റവും ഉദാഹരണം ഞാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. ഏതാ? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് വാക്യമത്സരത്തിന് കാണാതെ പഠിക്കാൻ പറ്റിയ പരുവത്തിലാണ് ആ വാക്യം നമുക്ക് തന്നിരിക്കുന്നത്. കുഞ്ഞൊരു വാക്യമാണ്. പക്ഷേ ആ വാക്യം നമ്മുടെ തായ് ഭാഷ തമിഴിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നതെന്നറിയാമോ? അതിനകത്ത് 2 പ്രധാന ചിന്തകൾ വിട്ടുകളഞ്ഞിട്ട് മലയാളിക്ക് തന്നിരിക്കുന്നത്. ആ വാക്യത്തിൻ്റെ ഒറിജിനൽ പ്രയോഗമെന്ന് പറയുന്നത് മാംസത്തിൻപടി നടവാമൽ ആവിക്കുറിയവരായിരുന്ന് இப்போது கிறிஸ்துவேசுவுக்குள் இருக்கிறவർക്ക് അഗ്നി തീർപ്പില്ലേ. അങ്ങനെയാണ് വാക്യം. അങ്ങനെയാണോ? ശരിതാനേ സാറേ? അങ്ങനെ തന്നെയാണ് വാക്യം. മാംസത്തിൻപടി നടക്കരുത്, മാംസത്തിൻപടി നടവാമൽ എന്ന് പറഞ്ഞാൽ എന്താ? ജഡപ്രകാരം നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് നരകശിക്ഷയില്ല. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നും ജഡപ്രകാരം നടക്കരുതെന്നുമുള്ള 2 പ്രധാന സംഗതി മലയാളിക്ക് തന്നിട്ടില്ല. അതിന്റെ കുഴപ്പമുണ്ട് നമ്മുടെ ഇടയിൽ. ജഡം നിയന്ത്രിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. ജഡത്തിൽ ഉയർന്നു വരുന്ന വിചാര വിക്ഷോഭങ്ങളുടെ ആവേഗ നിയോഗങ്ങളുടെ തൃഷ്ണകളുടെ ആസക്തികളുടെ അനുഭവത്തിലൂടെ നമ്മുടെ ഇടപാടുകളൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഇടവഴിയിലൂടെ ഒറ്റയ്ക്ക് പോകുമ്പം മൊബൈലിൽ ആരുമായിട്ട് ചാറ്റി പോവുക, എന്തോ കണ്ടുണ്ടായി പോവുക. അടച്ച മുറിക്കകത്ത് കയറി കഴിയുമ്പോൾ പിന്നെന്തോ വിചാരങ്ങൾ അങ്ങനെയുള്ളതായിരിക്കണം. കാരണം ആത്മാവിനെ അനുസരിച്ചല്ല, ജഡത്തെ അനുസരിച്ച് നടക്കുക. തമിഴ് ബൈബിൾ പറയുന്നു, ജഡപ്രകാരം നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുയേശുവുക്കുൾ. അതുകൊണ്ട് തമിഴ് ഭാഷയുടെ പുണ്യം ഞാനൊന്ന് പറഞ്ഞതാണ്. എൻ്റെ മാതൃഭാഷ തമിഴാണേ.
അതുകൊണ്ട് തമിഴിനോട് എനിക്ക് പ്രിയമുള്ളത്. ഞാനൊരു 4-5 വയസ്സ് വരെ തമിഴാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് മമ്മിയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് തറ പറ പന ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് തമിഴ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഓക്കെ, പിന്നെ മലയാളത്തോട് എനിക്ക് അങ്ങ് കമ്പമായി. അപ്പോൾ പിന്നെ തമിഴ് ഭാഷ ഉപയോഗിക്കുക. എന്നാലും ഞാൻ വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. തമിഴ് ബൈബിളിൽ ഞാൻ അവലംബമാക്കാറുണ്ട്. ഒട്ടനവധി വാക്യങ്ങൾ തമിഴ് ബൈബിള് നമുക്ക് യഥാർത്ഥ പ്രയോഗം നൽകുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് മലയാള ഭാഷയിലേക്ക് വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോഴാണ് ഈ അവൻ, ഇവൻ, നിന്റെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കയറി വന്നത്. തമിഴിൽ അങ്ങനൊന്നുമില്ല. ഉമ്മത് കൃപൈ, നീരേ എൻ ദൈവം, അതൊക്കെ ആദരവിന്റെ പ്രയോഗമാണ്. നമുക്ക് ആദരവൊന്നുമില്ല. നമുക്ക് ആകപ്പാടെ നിന്റെ കൃപയ്ക്കായി നിന്റെ ദാസനെ നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കണമേ, നീ തന്നെ മൈക്കില്ലായിട്ട് വല്ലം. പിന്നെ കർത്താവ് മൈക്കുകാരനല്ലേ? മലയാളിയുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആദരവില്ലായ്മ എത്ര ഭയങ്കരമാണ്. പണ്ട് മുതലേ നമ്മൾ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ആരും തിരുത്തിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ദൈവത്തെ കയറി നീ 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 നിന്റെ. എഫേസ്യ ലേഖനം വായിച്ച സങ്കടം തോന്നിപ്പോവും. പിതാവായി ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിനും അവന്റെ വിളിയാൽ. ആരുടെ വിളി? പിതാവാം ദൈവത്തെ വിളിക്കുകയാണ്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ സന്നദ്ധിയിലെ മഹിമാധനം എന്തെന്നും അവന്റെ ശക്തിയുടെ വല്ലഭത്വം മൊത്തത്തിൽ കയറി അങ്ങ് വിളിക്കുക. അവൻ 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 ഇവൻ നിന്റെ തൻ്റെ നീ 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 എന്നൊക്കെയുള്ള പ്രയോഗം. തമിഴ് അങ്ങനൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്യത്തിനകത്ത് അവൻ സകല മനുഷ്യരും എന്ന പ്രയോഗം അവനെന്നെടുത്ത് മാറ്റിയിട്ട് അവിടെ എഴുതണം ദൈവം. ഏത് ദൈവം? അത്യുന്നതനായ ദൈവം. ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ മലയാളിയുടെ പ്രാർത്ഥനയിൽ. ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട് പറയുക, മലയാളിയുടെ പ്രാർത്ഥനയിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ദൈവത്തോട് നമ്മൾ യാചിക്കുകയല്ല, പകരം മലയാളി എന്തോ ചെയ്യാന്നറിയാമോ? കൽപ്പിക്കുകയാണ്. കർത്താവേ വന്നാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, ദാസനെ കരങ്ങൾ ഉപയോഗിച്ചാട്ടെ, കാലാവസ്ഥ അനുകൂലമാക്കിക്കാട്ടെ എന്ന് പറയുന്ന ഓരോ വാചകവും അവസാനിപ്പിക്കുന്ന എന്ന. അത് കൽപ്പനയാണ്. അത് സപ്ലിക്കേഷൻ അല്ല, ആപ്ലിക്കേഷൻ അല്ല, കമാൻഡ്മെന്റ് ആണ്. ദൈവത്തോട് അങ്ങനെ കമാൻഡ് ചെയ്യരുത്. പ്രാർത്ഥനകൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോക്കിക്കൂ. കേൾക്കണമേ, ചെവിചായിക്കണമേ, താങ്ങേണമേ, ക്ഷമിക്കേണമേ, പ്രവർത്തിക്കേണമേ, അങ്ങനെയൊക്കെ പറയുന്ന നമേ നമേ നമേ. അതാണ് ആദരവിൻ്റെ ഭാഷ. ഈ ഠേ 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 എന്നൊന്നും ആദരവിൻ്റെ പ്രയോഗമല്ല. നിർത്തണം അതൊക്കെ. പ്രൈസല്ലോ. പ്രായമുള്ളവർ, കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, മക്കളുമാരെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഷാ പ്രയോഗം ശ്രദ്ധിക്കണം. പ്രായമുള്ളവർ ഇനി നീ നിൻ്റെയും ഠേ ഠേ ഒന്നും ഇല്ലാതെ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം ഈ നീ നീ നിൻ്റെ എന്നൊക്കെ ഉപയോഗിക്കുന്നിടത്തെല്ലാം അങ്ങ് അവിടുന്ന് അവിടുത്തോട് ദീ ദായ് ദൗ എന്ന് പ്രയോഗിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായി വരും. ഇടയ്ക്ക് ഒത്തിരി ലാഗിങ് വരും. അതുകൊണ്ട് അവരിനിയിപ്പോൾ അങ്ങനെ പോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുക. നീ നിൻ്റെ എന്നൊക്കെയുള്ള അത്ര വലിയ പ്രശ്നമാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, നീ 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 വിളിക്കുന്ന വലിയ പ്രശ്നമാണോ? വിളിക്കുന്ന പ്രശ്നമാണോ എന്നറിയാനും കൂടെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് പപ്പായോട് ചോദിക്കണം, നീ വായിച്ച പത്രം എന്തിയേ? ചോദിക്കാം മോളെ. മമ്മിയെ നീ എൻ്റെ ഫോൺ എടുത്തായിരുന്നല്ലോ, എവിടെ കൊണ്ടുവച്ചു? ചോദിക്കാവോ? അടിയുടെ പെരുന്നാളായിരിക്കും. മേത്താനം കൺവെൻഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടുത്തെ SI എവിടെ നിൽക്കുക, നീ എന്നെ രാത്രി ഇവിടെ നിൽക്കുന്നത് ചോദിക്കാവോ? സർക്കാർ ചെലവിലായിരിക്കും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മുടെ അപ്പനോടും അമ്മയോടും മൂത്ത ചേട്ടനോടും ചേച്ചിയോടും ഒന്നും ചോദിക്കാത്ത പറയാത്ത പ്രയോഗമാണ് തച്ചിന് കുത്തിയിരുന്ന് നമ്മൾ ഈ നീ 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 വിളിക്കുന്നത്. ഇതിങ്ങനെ സ്വർഗമണ്ഡലത്തിലേക്ക് ഉയരുമ്പം കർത്താവ് ചോദിക്കും ദൂതന്മാരോട്, എവിടുന്ന? മേത്താനത്തുനിന്നാ. ഷട്ടറും കിട്ടേക്കാൻ പറയും. കാരണം ഇത് കേട്ടോണ്ട് നിൽക്കണ്ടേ ജനറൽ കൺവെൻഷൻ കഴിയുന്നിടം വരെ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ ദയക്കായി, അവിടുത്തെ ആത്മശക്തിയുടെ വല്ലഭത്വത്തിനായി അങ്ങയുടെ പാദാന്തികെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ഒരാദരവിൻ്റെ ഇത് നമ്മൾ ഈ നീയെന്നും നിൻ്റെ എന്നും ഒക്കെ പറഞ്ഞാൽ പാപ്പച്ചന്, കറിയാച്ചൻ, അന്നമ്മയ്ക്ക്, ചിന്നമ്മയ്ക്ക്, ശോശാമ്മയ്ക്ക്, മേഴ്സിക്ക്, ജെസിക്ക്, എബിക്ക്, മാത്യുവിനൊന്നും ഒരു കുഴപ്പമില്ല. അവർക്കത് പരിചയമാണ്. പക്ഷെ അപ്പുറത്ത് ഗോപിയുണ്ട്, രമണിയുണ്ട്, ശശിയുണ്ട്, കല്യാണിയുണ്ട്, അബ്ദുൾ റഹ്മാനുണ്ട്, ലത്തീഫുണ്ട്, ലൈല ബീബി ഉണ്ട്. അവരിതുകൊണ്ട് പെന്തക്കോസുകാർ അവരുടെ ദൈവത്തെ വിളിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അവർക്ക് ആകപ്പാടെ ഇത് കുഴപ്പമായി മാറും. അതുകൊണ്ടാണ് രഹസ്യമായിട്ട് ഞാനിത് പറഞ്ഞു. പിന്നെ രഹസ്യം പറയാൻ പറ്റിയ സാധനമാണല്ലോ മൈക്രോഫോൺ. കാര്യം ബോധ്യമായി ഒരു സ്വോത്രം ചെയ്ത് അവളെ വാക്യത്തിനൊരു തിരുത്ത് ഞാൻ തരുന്നു. ദൈവം എന്ന പ്രയോഗമാണ് ചേർക്കേണ്ടത്. അവൻ എന്നുള്ളത് വെട്ടി മാറ്റുന്നു. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ 2 കാര്യം. ഒന്ന് എന്താ? സകല മനുഷ്യരും എന്തോ ചെയ്യണം? രക്ഷ പ്രാപിക്കണം. സകല മനുഷ്യരും എന്ന പ്രയോഗത്തിന് അടിവര കൊടുത്തുകൊണ്ട് ഞാൻ അല്പസമയം അവിടെ നിന്ന് നിൽക്കുന്നു. ശ്രദ്ധിക്കണം. സകല മനുഷ്യരും.
ആരെയാ ഈ സകല മനുഷ്യരെന്ന് പറയുന്നത്? വേദപുസ്തകത്തിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ പല രീതിയിലുള്ളവരാ, പല വ്യത്യസ്തതകളും വ്യതിരക്തതകളും ഉള്ളവരാ. അത് ജാതിയുടെയോ നിറത്തിന്റെയോ കുലത്തിന്റെയോ ദേശത്തിന്റെ പേരിലല്ല. പാപം അവരിൽ വരുത്തിയ വൈകല്യങ്ങൾ, വൈകൃതങ്ങൾ, വികല്പങ്ങളുടെ പേരില് വേദപുസ്തകം മനുഷ്യനെ പലതായി വിഭജിക്കുന്നത് എന്നറിയണം. ദേശത്തോട് സംവദിക്കുകയാണ്, അകത്തുള്ളവരോടും വെള്ളവിരിപ്പിന്റെ കീഴിലിരിക്കുന്നവരോടും ദേശത്തോടും സംവദിക്കുകയാണ്. ശ്രദ്ധിച്ചോണം, പല മനുഷ്യരുണ്ട് വേദപുസ്തക വീക്ഷണത്തിൽ. ആ പല മനുഷ്യർ ജാതിയുടെ ഉച്ചസ്ഥായിയും നീചത്വവും കൊണ്ടല്ല, പാപം വരുത്തിയതായ വൈകൃതം കൊണ്ടാണ്. ഞാൻ അങ്ങനെ കുറെ മനുഷ്യരെ പരിചയപ്പെടുത്തി തരാം. 1, 2, 3, 4 കേൾക്കാൻ സന്തോഷമാണോ? വേദപുസ്തകം വെളിപ്പെടുത്തുന്ന വിവിധ തരം മനുഷ്യർ. എന്തിനാത് പറയുന്ന അറിയാമോ? ആ കൂട്ടത്തിലെങ്ങാനുമാണ് നമ്മൾ പെട്ടതെങ്കിൽ ഇന്ന് രാത്രി ചുവട് മാറ്റി ചവിട്ടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ മനുഷ്യന്റെ പേര് കേട്ടോണം. 49-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത് വാക്യമാണ്. 49-ന്റെ 20-ാമത് വാക്യമാണ്. ഇങ്ങനെ പറയുന്നു: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അവന് നമ്മൾ പേര് കൊടുക്കുന്നു മൃഗസമാനനായ മനുഷ്യൻ. ആരാ പേര്? മൃഗസമാനൻ. മൃഗത്തെ പോലെ ജീവിക്കുന്നവൻ എന്നാണ്. മൃഗത്തെ പോലെ ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? വീടില്ലാത്തവനെന്നോ കൂടില്ലാത്തവനെന്നോ അല്ല. പിന്നെന്താ? മൃഗത്തെ പോലെ ജീവിക്കുക. മൃഗത്തിന് തിന്നണം, കുടിക്കണം, മതിക്കണം, പൊളയ്ക്കണം, ഭോഗിക്കണം, അങ്ങനെ ഉള്ള വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം വേണ്ട, ദേവൻ വേണ്ട, പള്ളി വേണ്ട, പട്ടം വേണ്ട, പാതിരി വേണ്ട, പാസ്റ്റർ വേണ്ട, ഉപവാസം വേണ്ട, ആത്മതപനം വേണ്ട, ജനറൽ കൺവെൻഷൻ വേണ്ട, ലോക്കൽ കൺവെൻഷൻ വേണ്ട, സഭായോഗം വേണ്ട, ഉപവാസം വേണ്ട. ഏതെങ്കിലും പോത്തിനോ ആടിനോ കോഴിക്കോ ഇതിന്റെ വിചാരമുണ്ടോ? ഇല്ലില്ല. ഒറ്റ മൃഗങ്ങൾക്കുമില്ല. തിന്നുക, കുടിക്കുക, അത് എവിടെങ്കിലും കിടക്കുക, ഭോഗിക്കുക എന്നുള്ളൊരു കർമ്മം കൂടെയുണ്ട്. അതൊരു കുഞ്ഞിനെ കാണാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. പ്രകൃതി അതിൻ്റെ മേൽ കൊടുത്തിട്ടുള്ളതായ, അത് കഴിക്കുന്ന ആഹാരത്തിന്റെ ഊർജം കൊണ്ട് ശരീരഘടനയിൽ ഉള്ളതായിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. സന്തതി പരമ്പരകളുടെ പ്രജനനം നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊരു കുഞ്ഞു കാണുവാനും തൻ്റെ തലമുറ എന്നും നിലനിൽക്കണമെന്നുള്ള ബോധത്തോടുകൂടെയൊന്നുമല്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരെയാണ് എന്താ വിളിക്കുക? മൃഗസമാനരായവർ. എന്നും രാവിലെ ഉണർന്ന് ജോലിക്ക് പോകുന്നു, കാശ് കിട്ടുന്നു, ആ കാശ് വ്യർത്ഥമായതിനു വേണ്ടി ചെലവഴിക്കുന്നു, പ്രയോജനമില്ലാത്തതിനു വേണ്ടി ചെലവഴിക്കുന്നു. മൃഗത്തെ പോലെ ജീവിക്കുക. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് വിവരമില്ല. വളർന്നു വരുന്ന പെൺകുഞ്ഞിനെ കുറിച്ചുള്ള ഭാവി, ആൺകുഞ്ഞിന്റെ ഭാവി, വീടിന്റെ ചോർച്ച, നാട്ടിൽ മാന്യമായി ജീവിക്കണമെന്നുള്ളത് പണ്ട് പുരാതന കാലം മുതൽ ചാണകം മെഴുകിയ തറയാണ്. ആ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണം. ഇതൊന്നുമില്ല. അങ്ങനെ ജീവിച്ചു പോകുന്നതായ മനുഷ്യന് വേദപുസ്തകം കൊടുക്കുന്ന പേരാണ് എന്തോന്ന്? മൃഗസമാനനായ മനുഷ്യൻ എന്ന് പറയുന്നത്. മൃഗസമാനൻ എന്ന് പറഞ്ഞാൽ ഒറ്റവാചകം, ഒരു പുരോഗതിയില്ല. വല്യപ്പച്ചൻ ഉണ്ടാക്കിയ ആ വീട്ടിൽ തന്നെ ഇപ്പോഴും മോനും കുടുംബവും. ആ മോന്റെ കുടുംബം പിന്നെ വളർന്ന് പക്വത വന്നാൽ അവനും ആ വീട്ടിൽ തന്നെ ഒരു ഷേപ്പ് വ്യത്യാസവുമില്ലാതെ, പുരോഗതിയില്ലാതെ ജീവിച്ചു, പുരോഗമന മനോഭാവമില്ലാതെ ജീവിച്ചു പോകുന്ന ആ കൂട്ടരെയാണ് മൃഗസമാനക്കാർ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത്തരത്തിൽ ആരും നമ്മുടെ ഇടയിൽ ഇല്ലാത്തതിനായി സ്തോത്രം. പക്ഷേ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, മക്കളെ, ജീവിതത്തിൽ വലിയ ഭാവി ദർശനമുണ്ടാകണം. നിന്റെ ആത്മീയതയുടെയും നിന്റെ ഭൗതിക സമൃദ്ധിയുടെയും ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള ആന്തരിക രമ്യതയിൽ അങ്ങോട്ട് നിന്നോണം. അപ്പൻ്റെ കാലം മുതൽ തുടങ്ങി വെച്ചതായിരിക്കുന്ന ആത്മീയതയുടെ ആ പൈതൃകം, ആ ലെഗസി, ആംഗലേയ ഭാഷയിൽ ഏറ്റവും സുന്ദരമായൊരു പദമാണ് ലെഗസി എന്ന് പറഞ്ഞാൽ പൈതൃകം, ആത്മീക പൈതൃകം. അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അപ്പൻ യോഗം നടത്തി അതേ മണ്ണ് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കിളച്ചിളക്കി 4 തെങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ, റബ്ബർ വെച്ച് പിടിപ്പിച്ചാൽ, തേക്ക് വെച്ച് പിടിപ്പിച്ചാൽ 10-30 കൊല്ലം കഴിയുമ്പോൾ വെട്ടി വിൽക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ഭൂമിക മുഴുവനും യോഗത്തിന് വേണ്ടി ആളുകൾ വന്നിരുന്ന ദൈവവചനം കേട്ട് കർത്താവിനോട് അണയാൻ അപ്പൻ തുടങ്ങി വെച്ചത് മണ്ടത്തരമല്ലെന്ന് പരസ്യമായി തെളിയിച്ചുകൊണ്ട് തലമുറയെ അത് അനുവർത്തിച്ചു വരുന്നെങ്കിൽ, അപ്പൻ നടത്തിയതിനേക്കാൾ പുരോഗമനത്തോടെ ഇത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ആരും മൃഗസമാനക്കാരല്ലെന്നുള്ളതാണ് അതിന്റെ തെളിവ്. ആ ഒരു വിചാരം നമ്മുടെ തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടണം. മൃഗത്തെ പോലെ ജീവിച്ച് ചത്തുകെട്ട് പോകുന്നവരാണ് മൃഗസമാനക്കാർ. മനസ്സിലായോ? രണ്ടാമത്തെ മനുഷ്യരെ പരിചയപ്പെടുത്തും. 92-ാം സങ്കീർത്തനം 6-ാം വാക്യമാണ്. 92-ന്റെ 6 കുറിച്ചോണം. വായിപ്പിച്ചു പോകാൻ നേരമെടുക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോകുന്നത്. മൃഗപ്രായനായ മനുഷ്യൻ. എന്താ മൃഗപ്രായൻ? മൃഗത്തിന്റെ പ്രായമുള്ളവനെന്നല്ല, അങ്ങ് ദിനോസറിന്റെ കാലം മുതലുള്ളവനെന്നല്ല എന്റെ അർത്ഥം. പിന്നെന്താ മൃഗപ്രായൻ എന്ന് പറഞ്ഞാൽ? മൃഗത്തിന്റെ വന്യത, മൃഗത്തിന്റെ ക്രൂരത, മൃഗത്തിന്റെ ഭയാനകമായിരിക്കുന്ന ആക്രമണോത്സുകത, കൂടെ
കൂടിയിട്ടുള്ളവൻ, മൃഗത്തെ പോലെ കടിച്ചു കീറുന്നവൻ, മൃഗത്തെ പോലെ കടിച്ചു കുടയുന്നവൻ, മൃഗത്തെ പോലെ ചാടി വീഴുന്നവൻ, തന്നോട് എതിർപെടത്തില്ലെന്ന് ബോധ്യമുള്ളവന്റെ നെഞ്ചകത്തിന് നേരെ കയ്യോങ്ങുന്നവൻ, കാലുയർത്തുന്നവനെ മൃഗപ്രായനെന്ന് വിളിക്കുക. കൂടെ ജീവിക്കുവാൻ വീട്ടുകാരെ വിട്ട് നാട്ടുകാരെ വിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ജീവിത പങ്കാളിയെ കൊന്നു കുഴിച്ചു മൂടാൻ മടിയില്ലാത്ത നരാധമൻ, അവനെയാണ് മൃഗസമാനൻ. പെങ്ങളുടെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞ വിദ്വാനെ നമ്മൾ വായിച്ചില്ലേ? ഒരു കുടുംബത്തിലെ 7-10 എണ്ണത്തിന് ഐസ്ക്രീമിൽ സൈനൈഡ് കൊടുത്ത ഒരു മഹതിയെ നമ്മൾ വായിച്ചില്ലേ? അങ്ങനെ ഭർത്താവിനെ കൊന്ന സ്ത്രീ, ഭാര്യയെ കൊന്ന പുരുഷൻ, മക്കളെ കിണറ്റിലെറിഞ്ഞ് കെട്ടിത്തൂക്കിയ അമ്മയെ കൊന്നവൻ, അപ്പനെ കൊന്നവനൊക്കെ മൃഗപ്രായനാണ്. കൈവെട്ടി ഒരിടത്ത്, കാലുവെട്ടി ഒരിടത്ത്, തലവെട്ടി വേറൊരിടത്ത്, ശരീരഭാഗങ്ങൾ ചിഹ്ന ഭിന്നമാക്കി മറ്റൊരിടത്ത്, പോലീസിന് തെളിവ് കൊടുക്കാതെ മുങ്ങി നടക്കുന്ന നരാധമ ശക്തികൾ, അവർക്ക് കൊടുക്കാവുന്ന വേദപുസ്തകത്തിന്റെ പേരാണ് മൃഗപ്രായരായവർ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കോപിക്കുന്നവൻ, കണ്ടോ? വല്ലാതെ വഴക്കുണ്ടാക്കുന്നവൻ, ആരോടും കയർക്കുവാൻ മനോഭാവമുള്ളവൻ, അതൊരുമാതിരി വാന്യതയാണ്. ഇവനും എന്ത് ചെയ്യണമെന്നറിയാമോ? ക്രിസ്തുവിൽ തികഞ്ഞേ പറ്റുകയുള്ളൂ. ഞങ്ങൾ യോഗം നടത്തുന്നത് ഞങ്ങൾക്ക് കിട്ടിയ കാശിന്റെ പെരുപ്പം കാണിക്കാനും ഞങ്ങൾക്കാരോ സ്പോൺസർ ചെയ്തതുകൊണ്ട് അതിന്റെ എല്ലാം കൂടെ ഒരു ആഘോഷമായിട്ടല്ല. ഈ പറയപ്പെട്ട മനുഷ്യ വിഭാഗത്തിൽ നിന്നൊരു ചുവടുമാറ്റം ഉണ്ടാകണം എന്ന ആത്മാവിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് കള്ളിനും കഞ്ചാവിനും ലഹരി പദാർത്ഥങ്ങൾക്കും കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്കും ആഭാസതരങ്ങൾക്കും വൃത്തികേടുകൾക്കും ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രത്യുൽപാദന വ്യവസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന, രക്തചംക്രമണ വ്യവസ്ഥിതിയെ ഇല്ലാതെയാക്കുന്ന, ശ്വസനേന്ദ്രിയ വ്യവസ്ഥിതിയെ താറുമാറാക്കുന്ന, ദഹനേന്ദ്രിയ വ്യവസ്ഥിതിയെ ഇല്ലാതെയാക്കുന്ന, ആഠ്യത്വം കളഞ്ഞു കുളിപ്പിക്കുന്ന, തലമുറയുടെ ഉത്തരവാദിത്വം നഷ്ടപ്പെടുത്തുന്ന മദ്യപാനം, പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, അതിലൊക്കെ ആണ്ടുപോകുന്നവനെ തിരിച്ചു പിടിക്കുവാനാണ് ഞങ്ങൾ ഈ വിവരണം തരുന്നത്. താങ്കൾ ഈ മൃഗത്തിന്റെ വന്യതയുടെ കോപാവേശമുള്ളയാളാണെങ്കിൽ ഒരു കുഞ്ഞാടിനെ പോലെ താങ്കളെ പരിണമിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്റെ യേശുവിന്റെ മാർഗമാണ്. ഹല്ലേലൂയ. ദൈവസഭയെ കൊന്നു മുടിച്ച് പരിച്ഛേദമില്ലാതെയാക്കി മുച്ചൂട് മുടിച്ചു കളയുവാൻ ഇറങ്ങി പുറപ്പെട്ട് ബെന്യാമിൻ ഗോത്രജനായ ചെന്നായുടെ ശൗര്യമുള്ളവനെ കുഞ്ഞാടാക്കി മാറ്റിയ ഒരു ക്രിസ്തുവിന് വാർദ്ധക്യം ബാധിച്ചിട്ടില്ല. ഇന്നും പരിവർത്തനത്തിന് കരുത്തുള്ളവരായി യേശു നിലകൊള്ളുന്നു. അത് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകേ. ഇങ്ങനെ ഒരെണ്ണം എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ ദൈവമേ, ഇവന്റെ തള്ളയാകേണ്ടി വന്നല്ലോ ഞാൻ, ഇവളുടെ അമ്മയാകേണ്ടി വന്നല്ലോ ഞാൻ, ഇങ്ങനെ ഭർത്താവാകേണ്ടി വന്നല്ലോ എന്നൊക്കെ പരിതപിക്കുന്ന, വല്ലാതെ ഭാരപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. കാരണം എന്താ? മൃഗസമാനക്കാരായതുകൊണ്ട്. അവരെയും കൂടെ നേരെയാക്കണം, അവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനൊറ്റ വഴിയുള്ളൂ മോട്ടിവേഷൻ ക്ലാസ്സുകളല്ല, അതിനൊറ്റ വഴിയുള്ളൂ ഡോക്ടർമാരുടെ ഏതെങ്കിലും ബോധവൽക്കരണ സെമിനാറുകളല്ല. അതിനകത്തൊക്കെ പോയിട്ട് കുറെ ഗുണമൊക്കെ വന്ന് പിന്നെയും പഴയപടി പോയ 100 കണക്കിന് ആളുകളെ ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷേ സുവിശേഷം വഴിവക്കിൽ നിന്ന് കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവസഭയ്ക്ക് ഗുണകരമായ നിരവധി പേര് ഇതിനകത്തിരിപ്പുണ്ടെന്ന് ഞാൻ ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ സാക്ഷ്യം നീട്ടിപ്പരത്തി പറയാൻ അനുഭവ സമ്പത്തുള്ളവരുണ്ട്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട് യേശുവിന്റെ പരിവർത്തന ശേഷി. 2 കൂട്ടരെ ഞാൻ പറഞ്ഞല്ലോ. മൂന്നാമതൊരു കൂട്ടരെ പറയാം. പഴയ നിയമത്തിൽ നിന്ന് പടിയിറങ്ങി പുതിയ നിയമത്തിലേക്ക് കയറട്ടെ. റോമാലേഖനം 7-24 വാക്യം. റോമർ 7:24. അയ്യോ, ഞാൻ ആരിഷ്ട മനുഷ്യൻ. അങ്ങനൊരു മനുഷ്യനുണ്ട്. എന്തോന്നാ പേര്? ആദ്യം പറഞ്ഞു ഒന്നും മറന്നു പോകരുത്. ആദ്യം പറഞ്ഞ പുള്ളി എന്തുവാ? മൃഗസമാനനായ മനുഷ്യൻ. രണ്ടാമത് പറഞ്ഞ എന്താ? മൃഗപ്രായനായ മനുഷ്യൻ. മൂന്നാമത് അരിഷ്ട മനുഷ്യൻ. എന്താ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? വിപ്ലവാരിഷ്ടം, ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം ഇതെല്ലാം കൂടെ സമം ചേർത്ത് ഒറ്റവലിക്ക് കുടിക്കുന്നവനെയാണോ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത്? അല്ലല്ല. ദഹനം കേടിന് അരിഷ്ടം കഴിക്കുന്നവനെയാണോ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുക? അല്ലല്ല. അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തത് ചുമക്കുവാൻ നിർബന്ധിക്കപ്പെട്ടവൻ. തനിക്കിഷ്ടമല്ല, പുകവലിക്കുന്നത് ഇഷ്ടമല്ല, കള്ളു കുടിക്കുന്നത് ഇഷ്ടമല്ല. കൂട്ടുകാർ കൂടിയപ്പോൾ വെറുതെ ഒരു ഹോബിക്കായി തുടങ്ങിയതാ. പക്ഷേ ഇപ്പോൾ അത് നിർത്താൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? വെറുതെ ഒരു വാട്സപ്പിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, കഴിച്ചോ, കുടിച്ചോ, ഉടുത്തോ. ഇപ്പോൾ എവിടാ? ഒന്ന് കാണുന്ന
വന്ന എപ്പോഴാ എന്നൊക്കെ കുഞ്ഞു കുഞ്ഞു വാചകങ്ങൾ കൊണ്ട് ചോദിച്ചു തുടങ്ങിയ ഒരു ബന്ധമായി ഇപ്പോൾ പൊട്ടി മാറ്റി ഇറങ്ങി വരാൻ ഒരു നിർവാഹവും ഇല്ലാത്ത 1 2 3 4 പ്രാവശ്യം ഡിലീറ്റ് ചെയ്താ പിന്നെ ആ മനസ്സ് ബാക്കി എല്ലാം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള വാക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഈ നമ്പർ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുക. ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും അതങ്ങ് വിളിക്കേണ്ടി വരിക. ചുമക്കുകയാണ് ഇഷ്ടമല്ലാത്തത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അരിഷ്ട മനുഷ്യൻ്റെ ഗതികേടെന്ന് പറയുന്നത്. വിട്ടുകളയണം, പറിച്ചെറിഞ്ഞു കളയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറിച്ചെറിയാൻ പറ്റുന്നില്ല. ബന്ധമങ്ങ് കയറി ഓട്ടിപ്പോയി. കൂടെ കണ്ടില്ലെങ്കിൽ, ആ ശബ്ദമൊന്ന് കേട്ടില്ലെങ്കിൽ വല്ലാത്ത കുഴപ്പം. അതുകൊണ്ട് തന്നെയാണല്ലോ മൊബൈൽ ഫോണിന് പാസ്വേഡൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതാ അങ്ങനെ പാസ്വേഡ് ഇല്ലാതെങ്ങാനും പുറത്തിരുന്നിട്ട് ഒരു കോള് വന്നാൽ വീട്ടുകാരി എടുത്തു നോക്കിയാൽ, വീട്ടുകാരനെടുത്ത് നോക്കിയാൽ ആമ്പട മഹോദരം ആരംഭിക്കുകയും അതിനകത്ത് അതുകൊണ്ട് പാസ്വേഡ് ഇട്ടിരിക്കുന്നു. ഭാര്യ എടുത്ത് വെച്ച് വിളിക്കാൻ നോക്കിയപ്പോൾ എം വരച്ചു, ഓ വരച്ചു, കെ വരച്ചു, എല്ല് വരച്ചു, തുറക്കുന്നതേയില്ല. വല്ലാത്ത പാട് തന്നെ. അതുകൊണ്ട് തന്നെ കുളിക്കാൻ നേരത്തും ഇതുകൊണ്ട് ബാത്റൂമിൽ കയറുക. കുളിക്കാൻ നേരത്ത് മൊബൈലും കൊണ്ട് ബാത്റൂമിൽ കയറുന്നതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് സോപ്പ് പദവീടം വല്ല ആപ്പുണ്ടോ? ഇല്ലില്ല. ഇതുവരെ അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതും കൊണ്ടേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കുളിച്ചിറങ്ങുന്ന അത്രയും നേരത്തെ ഇത് പുറത്തിരുന്നാൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അറിയാം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പെടാപ്പാടിന്റെ ജീവിതം നയിക്കുന്നവനെയാണ് ആരെന്ന് പറയുന്നത്? അരിഷ്ട മനുഷ്യൻ. റോമ സാമ്രാജ്യത്തിന്റെ ശിക്ഷാ നടപടിയുടെ വ്യവസ്ഥ അനുസരിച്ച് ആരോരും ഉത്തരവാദിത്വമില്ലാത്ത ഒരു കൊടിയ കുറ്റവാളിയുടെ മൃതശരീരം ഫ്രീസറിൽ വെക്കത്തൊന്നുമില്ല. പിന്നെ അതെവിടെ വെക്കുമെന്നറിയാമോ? ആരെങ്കിലും വരുമെന്നും പറഞ്ഞ് കാത്ത് എവിടെയെങ്കിലും ചാരി വെച്ചിരിക്കുക. 2 3 4 ദിവസമായി പഴുത്തൊരുമാതിരി വല്ലാത്ത പരുവ, കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് വല്ലാത്തൊരു, അതിനകത്തൊന്ന് ഒരുമാതിരിപ്പെട്ട ദുർഗന്ധ ചലമൊക്കെ ഒഴുകുന്ന ഒരു പരുവത്തിലേക്ക് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു കുറ്റവാളിയെ കിട്ടുക. ആ കുറ്റവാളിയെ മര്യാദ പഠിപ്പിക്കാൻ എന്തോ ചെയ്യുമെന്നറിയാമോ? ഈ മൃതശരീരം, ജീർണിച്ചു തുടങ്ങിയ മൃതശരീരം അവനോട് ചേർത്ത് വെച്ച് കെട്ടും. വേറൊരാളുടെ മൃതശരീരം ഇനി പഴുത്ത അല്ലെങ്കിൽ പോലും തൊടാൻ നമുക്കൊരു അറപ്പുണ്ടാവുമല്ലോ. ഇനി എടുത്തേ പറ്റുള്ളൂ എന്നൊരു സ്ഥിതി വരുമ്പോഴേ നമ്മളൊന്ന് പെട്ടി താങ്ങത്തുള്ളൂ. പക്ഷേ ഇതൊരു മൃതശരീരം പാച്ചയ്ക്ക് ഇവൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കെട്ടുക. അതിൻ്റെ മൂക്കും ഇവൻ്റെ മൂക്കും കൂടെ തൊട്ടിരിക്കണം, അതിൻ്റെ വായും ഇവൻ്റെ വായും കൂടെ ചേർത്തിരിക്കണം. അങ്ങനെ ചേർത്തങ്ങോട്ട് വെച്ച് കെട്ടും. കണ്ണ് തുറക്കണമെന്നുണ്ട് ഇവന്. കണ്ണ് തുറന്ന് നോക്കിയാൽ തൊട്ടരികിൽ ഒരു വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന മൃതശരീരം. വായി തുറന്ന് അയ്യോ എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ വായി തുറന്നു പോയാൽ ആ വായിന്ന് വല്ലത് ഇവൻ്റെ വായിലേക്ക് ഡിപ്പോസിറ്റ് ആവും. അത്താഴം ഉണ്ണാൻ നേരമാകുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് രാത്രി കഴിപ്പ് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. മൃതശരീരത്തിൻ്റെ ബലമുള്ള കൈയുണ്ടല്ലോ ഇവൻ്റെ ശരീരത്തോട് ബലമായി ചേർത്ത് വെച്ചേക്കും. ഇവൻ്റെ കൈ ആ മൃതശരീരത്തെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്ന പോലെ കെട്ടിവെച്ചേക്കും. ഇവൻ കൂടെ അവൻ്റെ ശരീരം ഒന്ന് കുടഞ്ഞു നോക്കും, ഇതിനെ ഒന്ന് എടുത്ത് കളയാൻ. കെട്ടിവെച്ച വ്യക്തിയോട് ഇവൻ അപേക്ഷിക്കും, പക്ഷെ പറ്റില്ല. നിയമത്തിൻ്റെ അവസാന വാക്ക് കെട്ടിവെക്കാൻ കൽപ്പന കൊടുത്തത് കൊണ്ടാണ് കെട്ടിവെച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീർണിച്ച മൃതശരീരത്തെ ശരീരത്തോട് ചേർത്ത് വെച്ച് കേട്ടപ്പെട്ടവന്റെ നിലവിളിയ 7:24. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടിവിക്കും? എന്നോട് ചേർത്ത് വെച്ച് കെട്ടിയ ഈ മൃതശരീരമുണ്ടല്ലോ ചീഞ്ഞ് നാറുന്നത്, ഇത് എന്നിൽ നിന്നും മാറ്റി എന്നെ വിടിവിപ്പാൻ ആർക്ക് കഴിയും? ആർക്കാ കഴിയുന്നത്? മേത്താനം പറ, ആർക്കാ കഴിയുന്നത്? കെട്ടിവെച്ചവൻ ഒരിക്കലും അതിന് കഴിയത്തില്ല. കെട്ടിവെച്ചത് ആരാ? ഈ ദുഷിച്ച പ്രവണത നമ്മിലേക്ക് കെട്ടിവെച്ചത് ആരാ? പിശാചാണ്. പിശാച് ഒരിക്കലും ഇത് അഴിച്ചു കളയത്തില്ല. പിന്നെ ആരഴിച്ചു കളയണമെന്നറിയാമോ? പിശാചിന്റെ മേൽ പരമാധികാരമുള്ള ഒരുവൻ വന്നേ പറ്റൂ. ആ പരമാധികാരിയുടെ പേരാണ് ക്രിസ്തു യേശു. ക്രിസ്തുവിനെ കൊണ്ട് അഴിക്കാൻ പറ്റാത്ത കെട്ടൊന്നുമില്ല. ക്രിസ്തുവിനെ കൊണ്ട് അഴിച്ചു കളയാൻ പറ്റാത്ത ഒരു ബന്ധനവുമില്ല. അതാ സങ്കീർത്തനത്തിലൂടെ സുഖുപ്പാസ് നമുക്ക് നൽകിയത്. അവൻ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ആ വാക്യത്തിനായി, ആത്മാവിന്റെ സമാനമായ ദർശനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അതാണ്. ബന്ധിതരായവരെ, ബദ്ധന്മാരായവരെ അഴിച്ചുവിടാൻ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. വിശ്വാസികളുടെ ഇടയിൽ കൊണ്ട് ബന്ധിക്കപ്പെട്ടു പോയവർ, ആവിഹിത ബന്ധങ്ങളിലും സാമ്പത്തികമായ ബാധ്യതകളിൽ കുടുങ്ങിപ്പോയവരുണ്ട്. അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, ആത്മനിറവുണ്ട്. പക്ഷേ ചില ഇടപാടുകളിൽ കുടുങ്ങിക്കിടക്കുക, കാല് കുരുങ്ങിയതുപോലെ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത് നീ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ ആ കുരുക്കഴിച്ച് നിന്നെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്ത്. അപ്പോൾ മൂന്നാമത്തെ മനുഷ്യനാണ് അരിഷ്ട മനുഷ്യൻ.
അവനും രക്ഷ പ്രാപിച്ചേ പറ്റൂ. അവന് രക്ഷ നേടാൻ ക്രിസ്തുവല്ലാതെ വേറെ വഴിയില്ലെന്നാണ് ഞങ്ങളുടെ പ്രസംഗം. അടുത്ത ഒരു മനുഷ്യനെ കൂടെ പരിചയപ്പെടുത്തട്ടെ. ആരാ പുള്ളി എന്നറിയാമോ? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യമാ. യാക്കോബ് 2:20. വ്യർത്ഥ മനുഷ്യൻ, അതാണ് അവന്റെ പേര്. വ്യർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വ്യർത്ഥമാണെന്നറിയാം, എന്നിട്ടും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ചെയ്തതല്ലേ സുഹൃത്തെ ഇതാന്നേ, എന്നാലോ പിന്നെ ഈ വർഷം ചെയ്തേ പറ്റൂ. കഴിഞ്ഞ മാസം ചെയ്തത് ഈ മാസം ചെയ്യണം, കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഈ ആഴ്ച ചെയ്യണം, ഇന്ന് രാവിലെ ചെയ്തത് വൈകിട്ടും ചെയ്യണം. ഇങ്ങനെ തുടർമാനമായി കുന്ന് കയറി മല ഇറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ദേഹം മുറിച്ച് രക്താർപ്പണം, പിന്നെ സ്തോത്രാർപ്പണം, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണം. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ചെയ്ത പുണ്യമാണ്, ചെയ്ത കർമ്മമാണ്, ചെയ്ത ആചരണമാ, അനുഷ്ഠാനമാ, മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തുടർമാനമായി ചെയ്യുന്നു. എന്നിട്ടും രക്ഷ എവിടെ, മോക്ഷം എവിടെ, മുക്തി എവിടെ, സായുജ്യം എവിടെ, ശാന്തി എവിടെ, സമാധാനം എവിടെ, വീഴുതൽ എവിടെ? പിശാചി വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയോ? പിശാചി ശരീരത്തിൽ നിന്ന് പടി ഇറങ്ങിയോ? വീട്ടാനാവാത്ത കടങ്ങളും പൊറുക്കാത്ത വ്രണങ്ങളും മിച്ചമായതല്ലേ ഉള്ളൂ. എത്ര പ്രാവശ്യമായി അവിടെ ഇവിടെയും എല്ലാം പോയത്. എന്നിട്ട് പിശാചിന്റെ താണ്ഡവ നൃത്തം വീട്ടിൽ ഇന്നും തുടരുകയല്ലേ? ആ ഒരു അവസ്ഥയിൽ പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവന് വേദപുസ്തകം കൊടുക്കുന്ന പേരാണ് എന്തോന്ന്? വ്യർത്ഥ മനുഷ്യൻ. ആ വ്യർത്ഥതയുടെ മതിൽക്കെട്ടുകളെ പൊട്ടിച്ച, വ്യർത്ഥതയുടെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് യഥാർത്ഥമായ സത്യത്തിന്റെ വഴിത്താരയിലേക്ക് നടത്താൻ കരുത്തുള്ള ഒരുവനെ അഭിഷക്തരായ ദൈവദാസന്മാരോട് ചേർന്ന് ഒരുമിച്ച് ഇവിടെ ഉയർത്തുന്നു. അവന്റെ പേരാണ് ക്രിസ്തു യേശു. കാലത്തിന്റെ കാരണഭൂതൻ, ലോകത്തിന്റെ വിധികർത്താവ്, വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ പ്രാണനാഥൻ, നമ്മുടെ ആശയായവൻ, നമ്മുടെ ആവേശമായവൻ, നമ്മുടെ പ്രതീക്ഷയായവൻ, നമ്മുടെ പ്രത്യാശയായവൻ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയായ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അക്കാരം അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തും. ആ പുണ്യനാമത്തെ ഒന്ന് ഉയർത്ത. ഹല്ലേലൂയ. അപ്പൊ സകല മനുഷ്യരും എന്താ പ്രാപിക്കണം? രക്ഷ പ്രാപിക്കും. ആ സകല മനുഷ്യർ എന്ന് പറഞ്ഞ് 4 കൂട്ടം ആളുകളെ പറഞ്ഞില്ലേ? ആ 4 കൂട്ടം ആളുകളും വെളിയിലുള്ളവര്. വെളിയിലുള്ളെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വെളിയിലുള്ളവർ. സഭയ്ക്കകത്തുണ്ടോ ഇതുപോലെ വ്യത്യസ്തതയുള്ള മനുഷ്യർ? പിന്നെ കേൾക്കണോ? ജനറൽ കൺവെൻഷൻ അല്ലേ, കേട്ടിട്ട് പോയാൽ മതി. കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, ചോറും കറിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് അല്പം താമസിച്ചാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിചാരം. സ്തോത്രം. വേദോസം കൊണ്ടുവരാത്തവരും വാച്ചും കെട്ടി വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടവർ, എനിക്കറിയാം. സ്തോത്രം. ദേ കേട്ടോണേ, സഭയ്ക്കകത്തുമുണ്ട് ഇതുപോലെ വ്യത്യസ്തതയുള്ള മനുഷ്യർ. 1, 2, 3, 4 കൂട്ടം മനുഷ്യരെ ഞാൻ പറയാം. നിങ്ങളെക്കുറിച്ചല്ല, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന മനുഷ്യർ സഭയ്ക്കകത്ത് ഇതുപോലുണ്ട്. ആത്മീകരാണെങ്കിലും അനാത്മീകതയുമായി നടക്കുന്നവർ. അതിൽ 1, 2 കൂട്ടം മനുഷ്യരെ പറയാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. 1 കൊരിന്ത്യർ 2:14. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം എന്തോ ചെയ്യുന്നില്ല. അപ്പൊ ദൈവാത്മാവിന്റെ ഉപദേശം അനുസരിക്കാത്തവനെ എന്തോ വിളിക്കണം? പ്രാകൃത മനുഷ്യൻ എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക? ആത്മീയനാന്ന് അവകാശപ്പെടുന്നത്, ക്രിസ്ത്യാനിയാന്ന് അവകാശപ്പെടുക. സെന്റ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചനെ കൊടയും പിടിച്ച് പുറകെ നടന്നേന്നാ പറയാം. അത്ര വലിയ പാരമ്പര്യമാണ് പണ്ട് പുരാതന കാലം മുതലേ. പക്ഷെ ഇന്ന് വരെ മാനസാന്തരം എന്തുവാ, സ്നാനം എന്തുവാ, എപ്പോഴാ സ്നാനം, ഏത് നാമത്തിലാ സ്നാനം, എങ്ങനാ സ്നാനം, എന്തിനാ സ്നാനം എന്നുള്ള ആ വസ്തുതയൊന്നും അറിയില്ല. അങ്ങനെ ഉപദേശം അനുസരിക്കാത്തവന്റെ പേരാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് എന്തോന്നാ? പ്രാകൃത മനുഷ്യൻ. ഇനി കേൾക്കണോ? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ശേഷം മനുഷ്യൻ, അങ്ങനെ പറയുന്നൊരു പുള്ളിയുണ്ട്. എന്തോന്നാ പേര്? പറ നിങ്ങള്. ശേഷം മനുഷ്യൻ. അങ്ങനെ പുള്ളിയുണ്ട് ഇവിടെ. ആ പുള്ളി ഏതാണെന്നറിയാമോ? ശേഷം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈർഷ്യ, പക, പിണക്കം ആദിയായത് സഭയിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്ക് എന്തോ പേര് കൊടുക്കണം? ആരോടും ഇണങ്ങത്തില്ല. പാർഷോടും പിണക്ക്, സെക്രട്ടറിയോടും പിണക്ക്, കമ്മിറ്റിയോടും പിണക്ക്, ആകപ്പാടെ പിണക്ക്, തോട്ട പിണക്കമാണ്. അങ്ങനെ പിണക്കം, ഈർഷ്യയെല്ലാം സൂക്ഷിക്കുന്ന പുള്ളിക്ക് വേദോസം കൊടുക്കുന്ന പേരാണ് എന്തോന്ന്? ശേഷം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ: കൃപ നഷ്ടപ്പെട്ടു പോയവൻ, ആത്മീക സ്നേഹവും ആത്മീക പൈതൃകവും അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയവൻ. വേദപുസ്തകത്തിൽ ഒരു പുള്ളിയാ പറയുന്നത്, നീ എൻ്റെ തലയിലെ മുടിയെല്ലാം കൂടെ, ഈ ജടയെല്ലാം കൂടെ മുറിച്ചു മാറ്റിയാൽ ഞാൻ ആരെ പോലാകും? ശേഷം മനുഷ്യനെ പോലാകും. ആരാ പുള്ളിയെന്നറിയാമോ? ശിംശോനാണ് അങ്ങനെ പറയുക, ശേഷം മനുഷ്യനെ പോലാവും. അപ്പം ഈ ശേഷം മനുഷ്യന് ആശയം എന്തുവന്ന് ശിംശോനെ പഠിച്ചാൽ മനസ്സിലാവും. ഒരു കാലത്ത് കൃപയിൽ നിലനിൽക്കുകയും കൃപയാൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി ക്രമേണ ആ കൃപ നഷ്ടപ്പെടുത്തുകയും ആത്മശക്തി അവനിൽ നിന്ന് ചോർന്നു പോവുകയും ചെയ്താൽ ആ പുള്ളി എന്തോ വിളിക്കാം? ശേഷം മനുഷ്യൻ എന്ന് വിളിക്കാം. പണ്ടെന്നെ കൃപയായിരുന്നു, പണ്ടെന്നെ പ്രസംഗമായിരുന്നു, പണ്ടെന്നെ ആരാധനയായിരുന്നു, പണ്ടെന്നെ വെളിപ്പാടായിരുന്നു. ആ ആൻറ്റി കണ്ണടച്ചാൽ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളെയും അങ്ങനെ പടപടപടപടാന്ന് തുറന്നു പറയും. ഇപ്പോഴോ ഇപ്പൊ പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ, ബാക്കി പറ. അറിയത്തില്ലേ?
കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ. അങ്ങനാണെങ്കിൽ ആ പുള്ളി ഒന്ന് കാണണമല്ലോ. ആ നായ ഒന്ന് കണ്ടേ, പുലിയെ കടിച്ച നായോ, പുലിയെ കടിച്ച് കുടഞ്ഞ നായ എന്നാന്ന് കാണണം. എന്തിയേ ലോ കിടക്കും. എന്തുവാ? അപ്പം നമ്മൾ ചെന്ന് നോക്കിയപ്പോഴാ ഒരു കാലം കൂടെ മടക്കിയിട്ട പോലെ കിടക്കുക. ഈ പുള്ളിയാണോ പുലിയെ കടിച്ച്? അത് പണ്ടാ. ഇപ്പോഴോ പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഭൂതം ഇവിടെ ഇളകുമായിരുന്നു. എന്നെ ഇറക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭൂതം ഇവിടെ കിടന്ന് കളിക്കുമായിരുന്നു. ഇപ്പം ഇവിടെ വന്നാലും ഭൂതം ഇളകുന്നുമില്ല, മിണ്ടുന്നുമില്ല. അവർ തമ്മിലൊരു കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? പണ്ടേ പോലെ ഫലിക്കുന്നില്ല. കൃപയില്ല, വിശുദ്ധിയില്ല, വിശ്വസ്തതയില്ല, വിവേകമില്ല, വിനയമില്ല, എളിമയില്ല, താഴ്മയില്ല. ഒരുമാതിരി ധാർഷ്ട്യം, ഒരുമാതിരി ധിക്കാരം, വിമർശനം. ആരെയും വിമർശിക്കുന്ന ഒരു പ്രകൃതക്കാരനെ എന്തോ വിളിക്കണം? ശേഷം മനുഷ്യൻ. ഈ ചില ഒക്കേഷൻ ടൈമുകളിലൊക്കെ കണ്ടുണ്ടോ? മല്ലപ്പള്ളിയിലും തിരുവല്ലയിലും കോട്ടയത്തോ കണ്ടിട്ടുണ്ടോ? ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി വിഷു, ഹാപ്പി ദിവാലി എന്നൊക്കെ എഴുതി ഹൈഡ്രജൻ ബലൂൺ വീർപ്പിച്ച് ചരടക്കെട്ടി ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറത്തി നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. എന്നെ മൾട്ടി കളർ അക്ഷരത്തിനകത്ത് ഭയങ്കര സെറ്റപ്പാണ്, കാണാൻ കൊള്ളാം. നല്ല കളർഫുള്ളായിട്ട് അങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് പരിലസിക്കും. സൂചിക്കൊരു കുത്തു കൊടുത്താൽ എന്തോ സംഭവിക്കും? കാറ്റ് അതുവഴിയെങ്കിലുമൊക്കെ പോയി ഈ പുള്ളി ചുരുങ്ങി കറങ്ങി നിലം പറ്റിക്കിടും. കാഴ്ച എന്നെ ദയനീയമാണെന്നറിയാം. വീർത്ത് നിന്ന ബലൂൺ കാറ്റ് പോയി കഴിഞ്ഞാൽ എവിടെ കിടക്കും? പൊട്ടിപ്പോയാൽ എവിടെ കിടക്കും? താഴെ കിടക്കും. ഈ താഴെ കിടക്കുന്ന ബലൂൺ എടുത്ത് കുഞ്ഞുങ്ങളൊരു കലാപരിപാടി ഉണ്ടാക്കും. മിടുക്കികളിരിക്കുന്നുണ്ടോ? അതിനകത്തോട്ട് വിരലങ്ങോട്ട് കയറ്റി വായ്ക്കകത്തോട്ട് വെച്ച് അകത്തോട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അകത്തൊരു കുമ്മള വിരിയും. ആ കുമ്മളയിലെ കാറ്റ് പുറത്തു പോകാതെ വട്ടം കറക്കിയെടുത്ത് ഉള്ളം കയ്യിൽ കിരികിരികിരികിരാന്ന് കേൾപ്പിച്ചു നടക്കും. അപ്പം ചുട്ടോണ്ട് അകത്തിരിക്കുന്ന മമ്മിക്ക് മനസ്സിലായി, കൊച്ചു പണി ഒപ്പിച്ചു. മനസ്സിലായോ? ഗ്യാസ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇറങ്ങി വന്നിട്ട് കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഈ കുമള പിടിച്ചു വാങ്ങിച്ച് എറിഞ്ഞു കളഞ്ഞിട്ട് അടി കൊടുക്കും. കാറിപ്പൊടി എന്ന് പറഞ്ഞിട്ട് അടി കൊടുക്കും. എന്തിനാന്ന് തല്ലി കിട്ടിയെന്നറിയാവോ? മോള് ധരിച്ചത് മമ്മിക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാത്ത എൻ്റെ കുശുമ്പാന്നായി വിചാരിച്ച്. പക്ഷേ അതല്ല മക്കളെ, തല്ലിയതിൻ്റെ കാരണം ഈ പൊട്ടിയ ബലൂൺ എടുത്ത് നീ ഉണ്ടാക്കുന്ന ഈ കലാപരിപാടി അപകടമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങനെ അങ്ങോട്ട് അകത്തോട്ട് വലിക്കുമ്പോൾ ഇത് പൊട്ടി വീണ്ടും അങ്ങ് അണ്ണാക്കിപ്പോയാൽ കുഴപ്പമാകും എന്നുള്ളതറിയാം. ഈ സംഗതി മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആത്മീക വശം എന്തോ മനസ്സിലായി. ദൈവസഭയ്ക്കകത്ത് കൃപ നഷ്ടപ്പെട്ടവനെ സൂക്ഷിച്ചോണം, അവൻ അപകടകാരിയാണ്. തോട്ടരുത്, ചുമ്മാ അവിടെ കിടന്നോട്ടെ പുള്ളി. എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്ക് ഒരു കസേരയും കൊടുത്ത് ഇരുത്തിയേക്കണം. കൃപ നഷ്ടപ്പെട്ടവനെ പിന്നെ പ്രബോധിപ്പിക്കാനും ആശീർവാദം പറയാനൊന്നും എഴുന്നേൽപ്പിക്കരുത്. ആശീർവാദം പറയുമ്പോൾ പിന്നെ അത് പ്രാർത്ഥനയായി പോവും. വാർദ്ധക്യത്തിന്റെ കുഴപ്പമല്ല, കൃപ ചോർന്നത് കൊണ്ടാണ്. ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട് പറയാം, ദാനമായി നൽകിയ കൃപയുടെ നിറവ് കളഞ്ഞു കുളിക്കരുത്. പെണ്ണിന്റെ മുമ്പിലും ആണിന്റെ മുമ്പിലും മണ്ണിന്റെ മുമ്പിലും കസേരയുടെ മുമ്പിലും സാമ്പത്തിക ലാഭത്തിന് മുമ്പിൽ കൃപ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം. കൃപ നഷ്ടപ്പെട്ടവന് കൊടുക്കാവുന്ന പേരാണ് ശേഷം മനുഷ്യൻ. ഒരു കാര്യം കൂടെ ഞാൻ തുറന്നു പറയട്ടെ പ്രിയരെ, നമുക്കൊക്കെ ഒരു കോമളത്വമുണ്ട്. ഉണ്ടോ ഇല്ലയോ? പിന്നെ എന്നാ കോമളനാണ് എബി എബ്രഹാം, എന്നാ കോമളനാന്നാ ചിരിക്കുന്ന ചിലർ എന്നെ നോക്കിയിട്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഫെയർ ആൻഡ് ലവ്ലി പുട്ടിയടിക്കുന്ന പോലെ തേച്ചിട്ടുള്ള കോമളത്വം അല്ല, കൃപയാലൊരു കോമളത്വം. മനസ്സിലാവുന്നുണ്ടോ? കൃപയാൽ നമുക്ക് എന്തോ ഉണ്ടെച്ചാ ആൻറ്റി എന്തോ ഉണ്ട്? ചുമ്മാ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വട്ടം കറങ്ങേണ്ട കാര്യമൊന്നുമില്ല, പരാതിയൊന്നും പറയേണ്ട കാര്യം. നമുക്ക് പറ്റിയ നിറം, നമുക്ക് പറ്റിയ മൂക്ക്, നമുക്ക് പറ്റിയ കവള്, നമുക്ക് പറ്റിയ നീളം, നമുക്ക് പറ്റിയ വണ്ണമൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. എന്നോട് കർത്താവ് എന്നാൽ ഈ കൊടുംചതി ചെയ്തല്ലോ, ഇത്രയും വലിയ മൂക്ക് എന്തിനാ എനിക്ക് തന്നു? ഇങ്ങനൊന്നും പരാതിപ്പെടണ്ട, കർത്താവ് നമുക്ക് പറ്റിയതൊക്കെ തന്നിട്ടുണ്ട്. സ്വതന്ത്രം. എബി എബ്രഹാമിൻ്റെ പ്രസംഗം കൊള്ളാം, പക്ഷേ പുള്ളിയുടെ നിറം കൊണ്ട് പോയെന്ന് എൻ്റെ കേക്ക് ഒരാൾ പറഞ്ഞു കളഞ്ഞു. അതൊക്കെ കേട്ടിട്ട് ഞാൻ ജീവിച്ചിരിപ്പില്ല ഇപ്പോഴും. സ്വതന്ത്രം. അപ്പം നമുക്ക് പറ്റിയതൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ആവശ്യമില്ലാത്ത അപകർഷതാബോധം കൊണ്ടൊന്നും നടക്കരുത്. നമുക്കൊരു കോമളത്വമുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? അവനവൻ്റെ കോമളത്വം, കൃപയാലുള്ള കോമളത്വം സമ്മതിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പക്ഷെ എല്ലാവർക്കും ഭാഷാജ്ഞാനം ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കും ഓർമ്മശക്തി ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കും പ്രസംഗ പാഠവും ഉണ്ടാകണമെന്നില്ല, എല്ലാവരും ഈ കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ പാടണമെന്നൊന്നുമില്ല. പക്ഷേ ഒരാത്മിക കൃപയുടെ കോമളത്വമുണ്ട് നമുക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഞാൻ പറയുന്ന ഗൗരവമായി ശ്രദ്ധിച്ചോണം. ഈ കോമളത്വം ഒന്നിന്റെ മുമ്പിലും അടിയറ വയ്ക്കരുത്, ഒന്നിന്റെ മുമ്പിൽ പണയപ്പെട്ടു പോകരുത്. ഇസ്രായേൽ ഏറ്റവും വലിയ കോമളനായിരുന്നു ശിംശോൻ. ഏറ്റവും വലിയ കോമളനായിരുന്നു ശിംശോൻ. എന്നെ ആരോഗ്യമാ, എന്നെ തൻ്റെ ഇടമാ, സിംഹത്തെയൊക്കെ കീറി എറിഞ്ഞു കളയാം. നമ്മളൊരു കൊതുകിനെ അടിച്ചാൽ പോലും കൊതുക് ചാകുന്നില്ല, നമുക്ക് അടി കൊള്ളുന്നതേ ഉള്ളൂ.
ഇപ്പം 300 കുറുക്കന്മാരെ ചേർത്ത് പിടിച്ച് വാലോട് വാൽ ചേർത്ത് വെച്ച് കെട്ടി നഗരത്തിൻ്റെ കവാടം പറിച്ചെടുത്ത് അങ്ങേ മലയെ കൊണ്ട് താത്തു, നാട്ടി വെച്ചു. കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 ശവക്കൂനകൾ തീർത്തു. മനസ്സിലായോ? ശിംശോൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ അനിതര സാധാരണമായ പ്രവൃത്തിയുടെ വൈശിഷ്ട്യം കൊണ്ട് ഏതുവഴി പോയാലും പെണ്ണുങ്ങൾ അടപടലെ അങ്ങ് വീഴുക അവൻ്റെ മുമ്പിൽ. കോമളത്വത്തിൻ്റെ കൂടുതലുമുണ്ട്. പക്ഷെ അവനറിയണമായിരുന്നു, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ എൻ്റെ സ്വകാര്യ സ്വത്തല്ല, ദൈവത്തിൻ്റെയാ. എനിക്ക് അപ്പഞ്ഞ ഗുണം കിട്ടിയതോ അമ്മ ചുരത്തിയ മുലപ്പാലിൻ്റെ മഹത്വമോ അല്ല എന്നിലെ കോമളത്വം, അത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് സൂക്ഷിക്കേണ്ടവൻ എന്തോ ഇതെന്നറിയാമോ? ഒടുവിൽ കോമളൻ 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 എന്ന് വിശേഷിപ്പിച്ച ഇവൻ കോമാളിയായി മാറി. എന്തുവായി മാറി? മലയാള ഭാഷയിൽ കോമളത്വവും കോമാളിത്വവും അധികം ദൂരമല്ലാത്ത 2 പദങ്ങളാണെന്ന് പഠിച്ചു. കോമളന്മാർ എപ്പോൾ വേണമെങ്കിലും എന്തുവായി മാറാം? കോമാളികളായി മാറാം. അത് വരാതിരിക്കേണ്ടതിന് നാം ശേഷം മനുഷ്യരാകാതിരിക്കട്ടെ. അന്തരീക്ഷത്തിൽ പരിലസിക്കുന്ന ഹൈഡ്രജൻ ബലൂണെ ഞാൻ ഉദാഹരിച്ചത് അതുപോലെ നിറഞ്ഞു നിൽക്കണം. നമ്മൾ കൃപ നിറഞ്ഞു നിൽക്കണം. 4 കൊല്ലം കഴിഞ്ഞ് അന്വേഷിക്കുമ്പോഴും നമ്മളൊക്കെ കൃപയിൽ ഉണ്ടെന്ന് അന്വേഷിക്കണം. ജനത്തിന് ബോധ്യമാകണം, പിന്മാറ്റത്തിൻ്റെ പടവുകൾ ഇറങ്ങിയില്ല, മുന്നേറ്റത്തിൻ്റെ പടവുകൾ ഓടിക്കയറി നിൽക്കുന്നു എന്ന് നമ്മെക്കുറിച്ച് പറയാൻ കഴിയണം. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ വാട്സപ്പ് വഴി, യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, ട്വിറ്റർ വഴി പരിഹസിക്കാൻ ആളുകൾ കാതോർത്തിരിക്കുമ്പോൾ കൃപ സൂക്ഷിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണം. അത് ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്നുവരെ നിന്നത് കൃപയാലാണെന്ന് സമ്മതിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ കരുത്തുകൊണ്ടല്ല, കൃപയാൽ. 3:5 വാക്യം 1 കൊരിന്ത്യർ 3:5 വേറൊരു മനുഷ്യനുണ്ട്. ആരാന്നറിയാമോ? അവന്റെ പേരാണ് സാധാരണ മനുഷ്യൻ, ഈ പക്ഷം തിരിക്കുന്നവൻ, ഭിന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നവൻ. കണ്ടോ? പൗലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം എന്ന് പറഞ്ഞ സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവനെയാ സാധാരണ മനുഷ്യൻ. 1 കൊരിന്ത്യർ 3:5 വാക്യം. ഓക്കെ, ഇനി വേറൊരു മനുഷ്യനെ കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ. സ്തോത്രം. അത് കൊലോസ്യ ലേഖനം 3:9 വാക്യമാണ്. അവിടെ വായിക്കുന്നത് പഴയ മനുഷ്യൻ. സഭയ്ക്കകത്തുള്ള മനുഷ്യരാ. ആദ്യത്തെ 4 ഞാൻ പറഞ്ഞ സഭയ്ക്ക് വെളിയിലുള്ള മനുഷ്യരാ. ഇത് സഭയ്ക്കകത്തുള്ള പുള്ളികളെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പഴയ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ധീരസാഹസിക ജീവിതമൊക്കെ നയിച്ചിരുന്നവരാ. പക്ഷേ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ടാലും പഴയത് എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോഴും കളയാത്ത പുള്ളികൾ സഭയ്ക്കകത്തുണ്ട്. അവരെ എന്തോ വിളിക്കണം? ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ എന്തോ ചെയ്യണം? ഉരിഞ്ഞു കളയണം. അങ്ങനെ ഉരിഞ്ഞു കളഞ്ഞവനെ ആ സഭയ്ക്ക് വേണം. അവനാണ് പുതിയ മനുഷ്യൻ. 3:10 വാക്യം. പഴയ മനുഷ്യനെ തിരിച്ചറിയാനുള്ളൊരു കാര്യമുണ്ട്. പെട്ടെന്ന് പുള്ളി ടെമ്പറാകും. വാചകങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. വേണ്ടി വന്നാൽ ഞാൻ വേദസൊക്കെ മാറ്റി വയ്ക്കും കേട്ടോ എന്ന് പറയുന്ന പുള്ളികളെ കണ്ടിട്ടുണ്ടോ? കേസ്, വഴക്ക്, ലോക്കപ്പ്, കോടതി, അടി, പിടി, കലാശം, വിമർശനത്തിന്റെ എഴുത്ത്, കൂത്തി ഒതുക്കുക, വേട്ടി ഒതുക്കുക. ആത്മീയതയുടെ വിധേയത്വമില്ല, വിനയമില്ല, എളിമയില്ല, താഴ്മയില്ല, സൗമ്യതയില്ല, ശാന്തതയില്ല, സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ ഒരു താല്പര്യവുമില്ല. ധാർഷ്ട്യം, ധിക്കാരം, താൻ പോരും, അഹങ്കാരം. അവസരം ഒത്തു കിട്ടിയാൽ പഴമയുടെ ദുസ്വഭാവങ്ങളിലൂടെ ചലിക്കുന്നവനെ എന്തോ വിളിക്കണം? വേദപുസ്തകം പഴയ മനുഷ്യൻ. പാട്ട് കേട്ടാൽ എന്നെ പാട്ടെന്നറിയാം. ഫറവോന് ഞാൻ ഇനി അടിമയല്ല. ഓ, എന്ന ഈണം, എന്ന താളമ, എന്ന സ്വരമം. ഫറവോന് ഞാനിനി അടിമയല്ല. പാടുന്ന പുള്ളിയെ സൂക്ഷിച്ചു നോക്കിയാൽ ഫറവോന്റെ തിണ്ണലിരുന്നുണ്ടാ പാടുന്നത്. ഫറവോൻ കാപ്പി കുടിക്കാൻ അകത്തോട്ട് കയറി പോയപ്പോൾ കസേര ഒഴിഞ്ഞു കിടന്നു. ആ ചാരു കസേര കിടന്നുകൊണ്ടാ പാടുന്നത്. ഫറവോന് ഞാനിനി എറായും വിട്ടിട്ടില്ല, ഉമ്മറം വിട്ടിട്ടില്ല, സിറ്റ് ഔട്ട് വിട്ടിട്ടില്ല. ഇന്നും ആ പഴയ സംസ്കൃതി. മരുഭൂമിയുടെ വർഷങ്ങൾ, മരുഭൂമിയുടെ കുറെ നാളുകൾ നടന്നപ്പോൾ അടിമടിയിലെ കൊത്തുളി രംഗത്ത് വന്നു. എന്നിട്ട് ദൈവത്തെ വേണമെന്ന് പറഞ്ഞപ്പോൾ മിസ്രൈമിലെ ദൈവം ഉണ്ടാക്കി കൊടുത്ത ആഹരോനടക്കം പഴയ മനുഷ്യന്റെ ഭാഗത്താണ്. ഇന്ന് രാത്രി ജനറൽ കൺവെൻഷനോട്, മേത്താനത്തോട്, ദൈവമക്കളോട് പറയുക, നമ്മിലെ പഴമ മാറിയിട്ട് പുതുക്കത്തിലേക്ക് വന്നേ പറ്റൂ. ഏറ്റവും ഒടുവിൽ നാം ആയിത്തീരേണ്ടത് പുതുമനുഷ്യനാകണം. നാം ആയിത്തീരേണ്ടത് ദൈവത്തിന്റെ മനുഷ്യനായി മാറണം. അപ്പൊ സകല മനുഷ്യരും ആരാകണമെന്ന രക്ഷപ്രാപിക്കണം. രക്ഷപ്രാപിക്കപ്പെട്ടവൻ ആ ദൈവത്തിൻ്റെ മനുഷ്യനായി മാറുക. രക്ഷപ്രാപിച്ച ശേഷം ഞാൻ പറഞ്ഞു നിർത്തട്ടെ, സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം. എന്തോ പ്രാപിക്കണമെന്ന?
സത്യത്തിൻ്റെ പരിജ്ഞാനം. സത്യമാരാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിൽ വിശേഷമായൊരു സത്യം ക്രിസ്തുവെന്ന സത്യമാണ്. ക്രിസ്തു ആരാണെന്ന സത്യം അറിയണം. മേത്താനത്തോട് വിളിച്ചു പറയാം, ക്രിസ്തു ആരാ? നിന്റെ രോഗം സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വൈദ്യനല്ല, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രശ്ന പരിഹാരകനല്ല. ക്രിസ്തു ആരാണ്? അതെല്ലാമാണ്, സമ്മതിക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ചില വിചാരങ്ങൾ പറയാം. ക്രിസ്തു ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, ഏക സത്യ ദൈവമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ആരാധിക്കുവാൻ, ആശ്രയിപ്പാൻ, അനുസരിപ്പാൻ, അനുകരിപ്പാൻ കഴിയുന്ന ഏക സത്യ ദൈവം. ലോകത്തിൽ ഒത്തിരി ദൈവങ്ങൾ ഉണ്ടാകാം, താങ്കൾക്ക് ഒത്തിരി ദൈവങ്ങളെ പരിചയമുണ്ടാകാം. കാട്ടുമൃഗങ്ങൾ, നാട്ടുമൃഗങ്ങൾ, പറവകൾ, പ്രാണികൾ ഒക്കെ ദൈവങ്ങൾ, ജലജന്തുക്കൾ ദൈവങ്ങൾ, ഒഴുകുന്ന പുഴ ദൈവമാണ്, വീശിയടിക്കുന്ന കാറ്റ് ദൈവമാണ്, ആകാശത്തെ സൂര്യനും ചന്ദ്രനും നക്ഷത്രജാലങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ദൈവങ്ങൾ, മരിച്ചുപോയവരുടെ ആത്മാക്കൾ ദൈവങ്ങൾ, ഭൂതപ്രേത പിശാചുക്കൾ, ഗന്ധർവന്മാർ ദൈവങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗതികെട്ട തിയോളജി ഭാരത സംസ്കാരത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അഭിഷക്തൻ വിളിച്ചു പറയുന്നു, ഇങ്ങനെയുള്ള ഒത്തിരി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല യേശു. യേശു ഏക സത്യ ദൈവമാണ്. ആ പരിജ്ഞാനം നീ പ്രാപിച്ചിട്ട് മറ്റെല്ലാറ്റിനെയും വിട്ട് യേശു എന്ന സത്യദൈവത്തെങ്കിലേക്ക് ചുവട് മാറ്റിക്കോണം. അവിടെയാണ് നിന്റെ രക്ഷ, അവിടെയാണ് ജീവിതത്തിന്റെ സാഫല്യം. യേശു ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, യേശു ഏക കർത്താവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി കർത്താക്കന്മാർ ഇവിടെയുണ്ട്. ഭരണാധികാരികളൊക്കെ കർത്താക്കന്മാരാ. പക്ഷെ ആ ഭരണാധികാരികളുടെ മുഴുവനും മുട്ടുമടങ്ങുന്നതും നാം ഏറ്റുപാടുന്നതുമായ ഒരൊറ്റ കർത്താവേ ഉള്ളൂ. അതെന്റെ കർത്താവ് തന്നെയാണ്. സകല അതീശത്വങ്ങളുടെ മീതെ, സകല ആധിപത്യ വ്യവസ്ഥിതികളുടെ മീതെ വർത്തിക്കുന്ന ഒരൊറ്റ കർത്താവ് യേശു തന്നെയാണ്. മൂന്നാമത്തെ വാചകം, ഒത്തിരി രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല യേശു. യേശു ഏക രക്ഷകനാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതിൽ അഭിമാനമുള്ള എത്ര പേരുണ്ട്? ഒത്തിരി രക്ഷകന്മാരുടെ കൂട്ടത്തിൽ പോയിട്ട് യേശു എന്ന രക്ഷകനെ കണ്ടു എന്നതല്ല, ആത്മാവിന്റെ രക്ഷയ്ക്ക്, ദേഹിയുടെ രക്ഷയ്ക്ക്, ദേഹത്തിന്റെ രക്ഷയ്ക്ക്, നിത്യ നരക ശിക്ഷാവധിയിൽ എന്നുള്ള രക്ഷയ്ക്ക്, ദൈവത്തിന്റെ ന്യായവിധിയുടെ കഠോര ഖഡ്ഗം നിന്റെ പടലിക്ക് വീഴാതിരിക്കുക, നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകൻ യേശു മാത്രമാണ്. ചരിത്രബോധമുള്ള നമുക്ക് ഒത്തിരി രക്ഷകന്മാരെ അറിയാം, അല്ലേ? ഒത്തിരി രക്ഷകന്മാർ. ഒരു വർഗത്തെയോ വർണ്ണത്തെയോ കുലത്തെയോ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ രക്ഷകന്മാരായി ആദരിക്കുന്നു. പക്ഷെ യേശു അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രക്ഷകനാ. അതുകൊണ്ട് യേശുവിന് കൊടുക്കാവുന്ന പേര് ഏക രക്ഷകൻ. ഏക ആരാധ്യനാണ് യേശു, ഏക മധ്യസ്ഥനാണ് യേശു, ഏക അവതാരമാണ് യേശു, ഏക നായകനാണ് യേശു, ഏക പരിശുദ്ധനാണ് യേശു, ഏക വീണ്ടെടുപ്പുകാരനാ, ഏക മാർഗമാണ് യേശു, ഏക ന്യായാധിപന. ഇന്ന് രാത്രി മുഴുവനും പാട്ടുപോലെ പാടി പറഞ്ഞു നിൽക്കാൻ യേശുവിന്റെ ഏകത്വമുണ്ട്. അത് അംഗീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പരിജ്ഞാനം വേണ്ടും പോലെ പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഏറ്റവും വലിയ പ്രസാദമുള്ള പ്രവൃത്തി താൻ അയച്ച തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ്. ആ വിശ്വാസമാണ് നമ്മെ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ചാടി എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വേഗം എഴുന്നേറ്റ് ഒരുമിച്ച് നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് പിരിയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിലെ യോഗം ഇനി നീണ്ടുപോകാൻ അനുവദിക്കപ്പെടുന്നില്ല. ആദ്യ ദിവസം നീണ്ടുപോയാൽ അടുത്ത ദിനങ്ങളെ അത് ബാധിക്കും. തീർച്ചയായും ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുകയാണ്. പ്രസംഗത്തെ പൂർത്തീകരിച്ചല്ല നിർത്തുന്നത്, മുറിച്ചു നിർത്തുകയാണെന്ന് എനിക്കറിയാം. കൊയർ നമുക്ക് വേണ്ടി അനുഗ്രഹിതമായ പ്രത്യാശയുടെ മനോഹരമായിരിക്കുന്ന ഒരു ഗാനം. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ഉന്നതമായ വിളിയാണ്, ഹൈ കോളിംഗ് ആണ്. ഈ പാട്ടിന്റെ വരികൾ നമുക്ക് പരിചയമുള്ള വരികളാണ്. കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത നിയോഗം നിർദ്ദേശം അനുസരിച്ചൊരു പാട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നാം ഒരുമിച്ച് പാടുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിഭാഗങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. സഭയിലെ വിവിധ തരം മനുഷ്യരെ ഞാൻ പരിചയപ്പെടുത്തി, അതിലൊന്നും നമ്മളായി പോകരുത്. വ്യത്യസ്തമായിരിക്കുന്നൊരു ചുവടുമാറ്റം ഇന്ന് രാത്രി ഉണ്ടാകണം. ഈ ജനറൽ കൺവെൻഷൻ നിമിത്തം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആന്തരിക തലവും ബാഹ്യതലവും കർത്താവിന് പ്രസാദമായി മാറാനിടയാകണം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഒതുക്കുവാനും ഒടുക്കുവാനും ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കണം ജീവിതത്തെ. ശുശ്രൂഷയുടെ നാൾ വഴികളെ ധന്യമാക്കാൻ കഴിയുന്ന കർത്താവുണ്ട്. ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട് എൻ്റെ സഹ ശുശ്രൂഷകരോട്, അഭിഷക്ത ദൈവദാസന്മാരോട് പറയാം, നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വര വരച്ചിട്ടിട്ട് അതിനപ്പുറത്ത് കയറരുതെന്ന് ആക്രോശിക്കുന്ന ചില പോരുകളും ചില വല്ലാത്ത പടകധ്വനികളുമുണ്ട്. ഇന്ന് രാത്രി അതിനെ മായ്ച്ചു കളഞ്ഞിട്ട് അല്പം കൂടെ കരുത്തോടെ, പൂർവാധികം ശക്തിയോടെ ദൈവവചന
ദൈവവചനത്തിന്റെ തീഷ്ണമായ ചിന്തയോടെ ദുഷ്ടശക്തികളുടെ മേൽ ആധിപത്യ വ്യവസ്ഥിതിയുടെ അധികാരത്തോടെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? വീട്ടിനകത്തെ അരാജകത്വങ്ങൾ, തലമുറയുടെ നന്മയ്ക്കെതിരെ പോരാടി നിൽക്കുന്ന പോരാട്ടങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവ് മാറ്റുകയാണ്. കാരണം സർവ്വത്തിനും മീതെയുള്ള കർത്താവ് ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുക. കരമടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചു.